ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ 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 ആമേൻ. നന്ദിയോട് സ്തോത്രം സ്തോത്രം സ്തോത്രം. വാഗ്ദത്തങ്ങൾ വിശ്വസിച്ച് വാക്കുമാറാത്ത നല്ല സ്വർഗീയപിതാവേ ഹല്ലേലൂയ. നല്ല രാത്രിയുടെ യാമത്തിനെ അങ്ങ് വാഴ്ത്തും സ്തുതിക്കുന്ന അപ്പച്ച ഹല്ലേലൂയ. സ്തോത്രം. കഴിഞ്ഞ പാൽക്കാലം മുഴുവനും കർത്താവിന് കൃപയും പരിപാലനം അടിയുടെ ഓരോരുത്തരും ജീവിതത്തിൽ അനുഭവിപ്പാൻ വലിയനായ ദൈവം സഹായിച്ച വൻകൃപയ്ക്കായി നന്ദി പറയുന്ന അപ്പച്ച ഹല്ലേലൂയ. സ്തോത്രം. കർത്താവേ, പലയിടങ്ങളിൽ ഇരുന്നുകൊണ്ട് ഒത്തൊരുമിച്ച് അങ്ങയുടെ പാദപീഠത്തിലേക്ക് അടിയങ്ങൾ അടുത്തു വരുന്നപ്പച്ച ഹല്ലേലൂയ. സൂം മീറ്റിംഗ് ആയി കർത്താവേ ഹല്ലേലൂയ. ഇന്നത്തെ സൂം മീറ്റിംഗ് നാടകത്തിൽ സമർപ്പിക്കുന്നു. ആദ്യോടൊന്ന് പരിശുദ്ധാത്മാവ് നയിക്കുമാറാണ് എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. അടിയാട്ടി സമ്പൂർണ്ണമായ താഴ്ച സമർപ്പിക്കുന്നു. ജീവിതത്തിൽ വന്ന സകല കുറവുകളും ബലങ്ങളും ഒക്കെ ദൈവം ക്ഷമിക്കണേപ്പാ. ദാസനും കുഞ്ഞുങ്ങളെ രണ്ടുപേരും അടുത്തിരിക്കാൻ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. അടിയുടെ കുറവുകളൊന്നും കർത്താവേ മീറ്റിംഗിന് അനുഗ്രഹത്തിന് തടസ്സമായിരിക്കാൻ സ്വർഗം അനുവദിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. പാടുന്നതിന്റെ മകൾക്കായ സ്തോത്രം കർത്താവേ. സങ്കീർത്തനം ഹല്ലേലൂയ പ്രബോധിപ്പിക്കുന്ന ദൈവാസനായ സ്തോത്രം കർത്താവ്. അതിനുമായി കടന്നു വരുന്ന അടിയുടെ ദൈവാസനായ സ്തോത്രം. ദൈവമേ ഹല്ലേലൂയ. ദൈവമേ, ഇന്നത്തെ വചന ശുശ്രൂഷ ഏറെ അനുഗ്രഹമായി തീരാൻ സ്വർഗം സഹായിക്കണേ. കയറുന്ന ഓരോ വ്യക്തികളോടും കർത്താവെ വചനം കർത്താവ് വ്യക്തിപരമായി ഇടപെടുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പച്ച. കർത്താവെ വചനം അടിയാട്ടിയോട് സംസാരിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പച്ച. ഇന്നത്തെ മീറ്റിംഗ് വലിയൊരു അനുഗ്രഹമായി തീരാൻ സ്വർഗം സഹായിക്കണേ അപ്പ. ഹല്ലേലൂയ സ്തോത്രം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ എല്ലാ കുടുംബങ്ങളും ഒരു പ്രാവശ്യം ഞങ്ങളുടെ കാര്യത്തിൽ സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന ഞാനും കേട്ടിക്കുക. സ്തോത്രം. യേശു ക്രിസ്തു നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് ഇന്നത്തെ മീറ്റിംഗ് നമുക്ക് ആരംഭിക്കാം. കർത്താവിനെ പാടി സ്തുതിച്ചുകൊണ്ട് ഹല്ലേലൂയ. അതിനായി പ്രിയ പെണ്ണമാമെ ദൈവനാമത്തിൽ ക്ഷണിച്ചു വന്നു. അപ്പൊ അവിടുത്തെ സാന്നിധ്യം മറവിലായിരിക്കും. ഓരോ ദിവസവും കർത്താവിന്റെ സൗന്ദര്യങ്ങളെ സമ്പൂർണ്ണമായി കർത്താവെ അവിടുത്തെ കൃപയോട് നിറയ്ക്കുന്ന നിരാശിക്കാൻ തയ്യാറാകുന്ന മക്കളെ എല്ലാം കർത്താവിന്റെ കാര്യം ആരാധനകൾക്ക് കൂടുതലായി തീരുവാൻ സഹായിക്കുന്ന ഞാനേറ്റടുമ്പോ കണ്ണുനീർ കണ്ടവനെ കാര്യം കഴിവരെയിൽ ഞാനേറ്റം വലഞ്ഞിടുമ്പോ കണ്ണുനീർ വാർത്തവനെ കാര്യം നടത്തിത്തരും. നിന്മാനം ഇളകാതെ നിന്മാനം പതറാതെ നിന്നോട് കൂടെ ഞാനെന്റെ അന്ത്യം വരെ നിന്നോട് കൂടെ ഞാനുണ്ട് അന്ത്യം വരെ. നിന്മാനം ഇളകാതെ നിന്മാനം പതറാതെ നിന്നോട് കൂടെ ഞാനുണ്ട് അന്ത്യം വരെ. പാതയാതോ ക്രൂരമം ചോദനയോ കൂടിടും നേരമതിൽ നിനക്കായി പാതയാതോ ക്രൂരമം ചോദനയോ കൂടിടും നേരമതിൽ നിന്മാനം പതറാതെ നിന്മാനം ഇളകാതെ നിന്മാനം പതറാതെ നിന്നോട് കൂടെ ഞാനുണ്ട് അന്ത്യം വരെ.
കക്കുഴി കൊട്ടക്കിണർമാരു ജയിലറയിച്ചവാളോ മരണമോ വന്നിടട്ടെ കക്കുഴി കൊട്ടക്കിണർമാരു ജയിലറായിച്ചവാളോ മരണമോ വന്നിടട്ടെ നിന്മാനം ഇളകാതെ നിന്മാനം പതറാതെ നിന്നോട് കൂടെ ഞാനുണ്ട് അന്ത്യം നിന്നോട് കൂടെ ഞാനുണ്ട് അന്ത്യം വരെ ചുളക്കും കക്കുഴി കൊട്ടക്കിണർമാരുപോ ജയിലറയിച്ചവാളോ മരണമോ വന്നിടട്ടെ നിന്മാനം ഇളകാതെ നിന്മാനം പതറാതെ നിന്നോട് കൂടെ ഞാനുണ്ട് അന്ത്യം വരെ സാധിച്ചു വലഞ്ഞു ഞാൻ പാരത്താൽ വലഞ്ഞിടുമ്പോ ദാഹം ശമിപ്പിച്ചവേ സാഗജലം തരും സാധിച്ചു വലഞ്ഞു ഞാൻ പാരത്താൽ വലഞ്ഞിടുമ്പോ ദാഹം ശമിപ്പിച്ചവേ ദാഹജലം തരും നിന്മാനം ഇളകാതെ നിന്മാനം പതറാതെ നിന്നോട് കൂടെ ഞാനുണ്ട് അന്ത്യം വരെ നിന്നോട് കൂടെ ഞാനുണ്ട് അന്ത്യം വരെ ചെങ്കാടൽ തീരമാതിൽ അന്താസൻ കേണതുവോ ചന്ദിനു നേരെ വരും അൻഭാരം ചെങ്കാടൽ തീരമാതിൽ അന്താസൻ കേണതുവോ ചന്ദിനു നേരെ വരും അൻഭാരം മാറിപ്പോകും നിന്മാനം ഇളകാതെ നിന്മാനം പതറാതെ നിന്നോട് കൂടെ ഞാനുണ്ട് അന്ത്യം വരെ നിന്നോട് കൂടെ ഞാനുണ്ട് അന്ത്യം വരെ കാലങ്ങൾ കാത്തിടണേ കാത നിന്നാഗമനം കഷ്ടത തീർന്നിടുവാൻ കാലങ്ങളേറെയില്ല കാലങ്ങൾ കാത്തിടണേ കാത നിന്നാഗമനം കഷ്ടത തീർന്നിടുവാൻ കാലങ്ങളേറെയില്ല നിന്മാനം ഇളകാതെ നിന്മാനം പതറാതെ നിന്നോട് കൂടെ ഞാനുണ്ട് അന്ത്യം വരെ നിന്നോട് കൂടെ ഞാനുണ്ട് അന്ത്യം
വരെയിൽ ഞാനേറ്റം വാലോ കണ്ണോനെ കണ്ടവനെ കണ്ണോനെ കണ്ടവനെ ത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം ഇനിയും കൃപ കരുതിയിടണേ ഇനിയും നടത്തണേ തിരുഹിതമോ ഇനിയും കൃപ കരുതിയിടണേ ഇനിയും നടത്തണേ തിരുഹിതമോ ഇന്നതല്ല നാം ദൈവം നമ്മെ നിർത്തിയതാ നേടിയതെല്ലാം ദൈവമെല്ലാം തന്നതെല്ലാം ദൈവം നമ്മെ നിർത്തിയതാ നേടിയതെല്ലാം ദൈവമെല്ലാം തന്നതല്ലേ നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥന് സ്തുതി പാടിടാം നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥന് സ്തുതി പാടിടാമേ ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം ഇനിയും ധൂപതോണി കരുതിയിടണേ ഇനിയും നടത്തണേ തിരുഹിതമ്പോൾ ഇനിയും ധൂപതോണി കരുതിയിടണേ ഇനിയും നടത്തണേ തിരുഹിതമ്പോൾ സാധ്യതകളോ അസ്തമിച്ചു പോയിടുമ്പോൾ സോദരങ്ങളോ ആകന്നങ്ങു മാറിടുമ്പോൾ സാധ്യതകളോ അസ്തമിച്ചു പോയിടുമ്പോൾ സോദരങ്ങളോ ആകന്നങ്ങു മാറിടുമ്പോൾ സ്നേഹത്താൽ വീണ്ടെടുക്കും യേശുനാഥൻ സകലത്തിലും ജയം നൽകുമല്ലോ സ്നേഹത്താൽ വീണ്ടെടുക്കും യേശുനാഥൻ സകലത്തിലും ജയം നൽകുമല്ലോ ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം ഇനിയും ഉപതോന്നി കരുതിയിടണേ നടത്തണേ തിരുഹിതമോ ഇനിയും ഉപതോന്നി കരുതിയിടണേ നടത്തണേ തിരുഹിതമ്പോളാവേനുയർത്തില്ലെന്നേ ശത്രുഗണം വാദിക്കുമ്പോൾ തകർക്കുമെന്ന് ഏരിയും മുഴക്കിടുമ്പോൾ അവനുയർത്തില്ലെന്ന് ശത്രുഗണം വാദിക്കുമ്പോൾ തകർക്കുമെന്ന് ഏരിയും മുഴക്കിടുമ്പോൾ പ്രവൃത്തിയിൽ വലിയവനേശുനാഥൻ കൃപ നൽകും ജയഘോഷമുയർത്തിയിടുവാൻ പ്രവൃത്തിയിൽ വലിയവനേശുനാഥൻ കൃപ നൽകും ജയഘോഷമുയർത്തിയിടുവാൻ ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം
ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിയിടണേ. ുചിതമ്പോ ഇനിയും കൃപ തോന്നി കരുതിയിടണേ. നടത്തണേ തിരുഗീതമ്പോളാണ് നിന്നതല്ല ദൈവം നമ്മെ നേർത്തിയതാ. നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലോ. ദൈവം നമ്മെ നേർത്തിയതാ. നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലോ. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോ നന്ദിയോടെ നാഥന് സ്തുതി പാടിടാം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിയിടലേ. നടത്തണേ തിരുഹിതമോ ഇനിയും കൃപ തോന്നി കരുതിയിടലേ. നടത്തണേ തിരുഹിതമോ. ആമേൻ. സ്തോത്രം. ആര്യ ഒരു പാട്ട് പാടും. ആര്യ പാടിക്കേ. എന്താ പാടാ? അമ്മാമ്മ മൈക്ക് മ്യൂട്ട് ആക്ക്. ആര്യ ഒരു പാട്ട് പാടുന്നേ ദൈവനാമത്തിൽ ക്ഷണിച്ചു. എന്നാ സങ്കീർത്തനം പ്രബോധിപ്പിച്ചു. ആര്യ പാടുന്നില്ലേ? സമയം വേസ്റ്റ് ആക്കാം. പാടുകുട്ടികൾ. എനിക്ക് ഇന്നിവിടെ പാടാനായി ദൈവം അവസരം ഒരുക്കിയ ദൈവത്തിന് ഞാൻ സ്തുതി പറയുന്നു. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ എന്നിലെന്തോ നീ കണ്ടേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ എന്നിലെന്തോ നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും പറയാനില്ല, കൃപയൊന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ല, കൃപയൊന്നു മാത്രം യേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ എന്നിലെന്തോ നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും പറയാനില്ല, കൃപയൊന്നു മാത്രം യേശുവേ. ഗതസമനയിലെ അതിവേദനയിൽ എന്നെ ഓർത്ത് സഹിച്ചുവല്ലോ. ഗതസമനയിലെ അതിവേദനയിൽ എന്നെ ഓർത്ത് സഹിച്ചുവല്ലോ. അതിദാരുണമാം കാൽവരി മാലയും എന്നെ ഓർത്ത് സഹിച്ചുവല്ലോ. അതിദാരുണമാം കാൽവരി മാലയും എന്നെ ഓർത്ത് സഹിച്ചുവല്ലോ. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും പറയാനില്ല, കൃപയൊന്നു മാത്രം യേശുവേ. എനിക്കായി മരിപ്പാൻ, എനിക്കായി സഹിപ്പാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. എനിക്കായി മരിപ്പാൻ, എനിക്കായി സഹിപ്പാൻ എന്നിലെന്തു നീ കണ്ടേശുവേ.
ഒരു മാന്യതയും പറയാനില്ല, ദയയൊന്നു മാത്രം യേശുവേ. ഒരു മാന്യതയും പറയാനില്ല, ദയയൊന്നു മാത്രം യേശുവേ. അങ്ങേ സേവിക്കുവാൻ, അങ്ങേ സാക്ഷിക്കുവാൻ എന്നിൽ യോഗ്യത തെല്ലുമില്ലേ. അങ്ങേ സേവിക്കുവാൻ, അങ്ങേ സാക്ഷിക്കുവാൻ എന്നിൽ യോഗ്യത തെല്ലുമില്ലേ. കൃപയാൽ 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 കൃപയൊന്നു മാത്രം യേശുവേ. കൃപയാൽ 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 കൃപയൊന്നു മാത്രം യേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും പറയാനില്ല, കൃപയൊന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ല, കൃപയൊന്നു മാത്രം യേശുവേ. കൃപയാൽ 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 കൃപയൊന്നു മാത്രം യേശുവേ. ഹല്ലേലൂയ, സ്തോത്രം. നിന്റെ കൃപയോടെ എന്നെ ഇത്ര നാളും എന്നെ നടത്തി എന്റെ യേശുവിനെ നന്ദിയോടെ ഞാൻ സ്തുതിക്കുന്നു. ആമേൻ. സ്തോത്രം യേശു. സ്തോത്രം. ഹല്ലേലൂയ. ഇത്രത്തോളം സമയം ഹല്ലേലൂയ പാട്ടുകൾ പാടി കർത്താവിനെ ആരാധിപ്പാൻ പ്രിയ പെണ്ണമ്മാമ്മയും ആര്യം ദൈവം സഹായിച്ച വൻകൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യാൻ സ്തുതിക്കുന്നു. ദൈവം അവരെ പിന്നെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ, മാനിക്കട്ടെ. കർത്താവിന് വേണ്ടി ഇനിയും പാടുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കിനി സങ്കീർത്തന വായനയ്ക്കുള്ള സമയമുള്ള സങ്കീർത്തനം വായിച്ച് അത് പ്രബോധിപ്പിക്കുന്നതിന് വേണ്ടി ബ്രദർ മർഗി മാത്യുവിനെ ദൈവനാമത്തിൽ ക്ഷണിച്ചു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. സൗണ്ട് കേൾക്കാം മാസ്റ്ററെ? കേൾക്കാം. ഓക്കെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു മിനിസ്ട്രിയിലേക്ക്, കർമ്മേൽ മിനിസ്ട്രിയിലേക്ക് ഒരിക്കൽ കൂടി ദൈവത്തിന്റെ വചനമായി കടന്നു വരുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. സങ്കീർത്തനം പ്രബോധനമാണ് വായിക്കാൻ നമ്മുടെ മുന്നിൽ സമയമില്ലാത്തതുകൊണ്ട് വേഗത്തിൽ ഞാൻ 2 കാര്യങ്ങൾ പറഞ്ഞു വേഗത്തിൽ ദിവദാസനിലേക്ക് വചനം മാറേണ്ട ആവശ്യമുണ്ടല്ലോ. ഞാൻ വേഗത്തിലേക്ക് വരുന്നു. ഹാലോ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂട്ടായ്മയിലേക്ക് ദൈവം ക്ഷണിച്ച കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രിയ സിസ്റ്ററിനെ അത് സ്തുതിക്കുന്നു. ഹാലോയുടെ സ്തോത്രം ദിവദാസനോട് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. സങ്കീർത്തനം 50-ാം സങ്കീർത്തനത്തിന്റെ 22-ഉം 23-ഉം വാക്യം ഒന്ന് വായിച്ച് സഹായിക്കാമോ? ദൈവത്തെ മറക്കുന്നവരെ ഇതോർത്തുകൊള്ളുവിൻ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീറിക്കളയും. വിടിയിപ്പാൻ ആരും ഉണ്ടാകുകയുമില്ല. സ്തോത്രം എന്ന അധരയാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു. തന്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവന് ഞാൻ ദൈവത്തിന്റെ രക്ഷയെ കാണിക്കും. ആമേൻ. സ്തോത്രം. ഒരു വാക്ക് പ്രാർത്ഥിക്കുക. കരുണയുള്ള നല്ല സ്വർഗ്ഗദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സംഗീതമായി സ്തോത്രം ചെയ്യുന്നു. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കടന്ന എല്ലാ ദൈവമക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ആസാഫിന്റെ ഒരു സങ്കീർത്തനമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ആസാഫിന്റെ സങ്കീർത്തനമാണ് ഇവിടെ തലക്കെട്ടി കൊടുത്തിരിക്കുന്നത്. നമ്മൾ വായിച്ച വാക്യം നോക്കിക്കേ. ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുവിൻ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീറിക്കളയും. വിടിവിപ്പാൻ ആരും ഉണ്ടാകില്ല. ഹല്ലേലൂയ, സ്തോത്രം. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? ഹല്ലേലൂയ. ദൈവത്തെ മറക്കുന്നവരായിട്ടാണ് ഹല്ലേലൂയ, സ്തോത്രം ഇന്ന് ലോകത്ത് മൊത്തം കണ്ടുവരുന്നത്. വിടുതൽ പ്രാപിച്ചു കഴിയുമ്പോൾ ഹല്ലേലൂയ, സ്തോത്രം എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോൾ ദൈവസന്നിധിയിലേക്ക് ഓടി വരും. പക്ഷേ ആ വിടുതൽ പ്രാപിച്ചു കഴിഞ്ഞ് വിടുതൽ തന്ന നിന്റെ സൃഷ്ടാവിനെ മറന്നു പോകുന്ന ഒരു സമൂഹത്തെ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, സ്തോത്രം, ദൈവത്തെ മറക്കുന്നവരല്ല, ദൈവത്തെ ഹല്ലേലൂയ, സ്തോത്രം ഹൃദയത്തോടെ ചേർത്ത് വെക്കണം. കാരണം ഇതുവരെ എന്നെ നിർത്തിയത്, എന്നെ താങ്ങിയത്, വിടുതൽ തന്ന് മാനിച്ച ആ ദൈവത്തെയാണ് ഞാൻ സ്തുതിക്കേണ്ടത്, ദൈവത്തെയാണ് ഞാൻ ഓർക്കേണ്ടത്. ദൈവത്തെ മറന്നു കളഞ്ഞ് നമുക്ക് മുന്നോട്ടൊരു ജീവിതം നയിക്കുവാൻ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കഴിയത്തില്ല. നോക്കി, ഞാൻ വചനത്തിൽ തന്നെ പറയുന്നു, ഹല്ലേലൂയ, സ്തോത്രം, മുൻകൂട്ടി നിശ്ചയിച്ച് വെച്ചിരിക്കുവാണ്. ഹല്ലേലൂയ, സ്തോത്രം. എന്താണ്? അടുത്ത ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയിട്ട്.
ഹല്ലേലൂയ സ്തോത്രം. അടുത്ത ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി മുൻകൂട്ടി നിശ്ചയിച്ച് വെച്ചിരിക്കുകയാണ്. ആർക്കാണ്? ഏലി പുരോഹിതന്റെ മക്കളായ ഹെഫനിയാവിനും ഫിനാഹാസിനും. ഹെഫനിക്കും ഫിനാഹാസിനും വേണ്ടി അത് നിശ്ചയിച്ച് വെച്ചിരിക്കുകയാണ്. അവരാണ് അടുത്ത ശുശ്രൂഷ ചെയ്യേണ്ടത്. പക്ഷെ ഒന്നോർക്കുക, അവർ ദൈവത്തെ മറന്നു കളഞ്ഞു. ദൈവത്തെ അവർക്ക് ഓർമ്മയില്ലായിരുന്നു. ദൈവത്തെ അറിയാം, പക്ഷെ സ്തോത്രം അവർ മറന്നു കളഞ്ഞ ഒരു സന്ദർഭം അവരുടെ ലൈഫിലുണ്ടായി. പക്ഷേ സ്തോത്രം, ദൈവത്തെ അവർ മറന്നു കളഞ്ഞപ്പോൾ എന്തോർത്തു? ദൈവം അവരെ കീറിക്കളയാനിടയായി. ഇന്ന് രാത്രി ഞാൻ പ്രിയപ്പെട്ടവർ പറയുന്നു, സ്തോത്രം, നമ്മൾ ഒരിക്കലും ദൈവത്തെ മറക്കുന്നവരല്ല, ദൈവത്തെ ഓർക്കുന്നവരായിരിക്കണം. കാരണം ആരാധന യോഗ്യനായ ഒരു ദൈവമാണ്. ആരാധനയ്ക്ക് യോഗ്യനായ ഒരു ദൈവത്തെയാണ് നമ്മൾ സ്തുതിക്കുന്നത്. നോക്കിക്കേ, ഇവിടെ ഏലി പുരോഹിതന്റെ മക്കൾ ദൈവത്തെ മറന്നു കളഞ്ഞപ്പോൾ സ്തോത്രം നോക്കി അവരെ കീറിക്കളഞ്ഞു. ഇന്ന് സ്തോത്രം, അനേക പ്രശ്നങ്ങളിൽ കൂടി നമ്മൾ കടന്നു പോകുമ്പോൾ ഒന്ന് നമുക്ക് പറയാൻ കഴിയും, സ്തോത്രം, ദൈവം എന്നെ നിർത്തിയതാണ്. സ്തോത്രം, 601 സംവത്സരം മഴ പെയ്തു. 150 ദിവസം നോക്കിക്കേ, 601 നൂറ്റാണ്ടിൽ നോക്കിക്കേ, 601 സംവത്സരം നോക്കിക്കേ, നോഹയും നോഹയുടെ കുടുംബത്തെ ദൈവം കാത്തു പരിപാലിച്ചു. നോഹ ദൈവത്തിന് വേണ്ടി എന്താ ചെയ്തത്? ഏറ്റവും സൗരഭ വാസനയുള്ള ഒരു യാഗമാണ് അർപ്പിച്ചത്. പ്രിയപ്പെട്ടവർ, നമ്മളെ കാത്തു പരിപാലിക്കുന്ന ആ ദൈവത്തിന് വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇന്ന് രാത്രി ഞാൻ പറഞ്ഞു നോക്കിക്കേ, ഇവിടെ ദൈവത്തെ മറന്നു കളയുന്നവരെ പോയി അല്ല നമ്മൾ ആകണ്ടേ. നോക്കിക്കേ, മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം ഏലി പുരോഹിതന്റെ മക്കളാണ് ശുശ്രൂഷ ചെയ്യേണ്ടത്. പക്ഷെ നോക്കിക്കേ, ലേവിയ ഗോത്രത്തിൽ ഉൾപ്പെട്ടിരുന്നില്ല പ്രാർത്ഥിക്കുന്ന ഒരു മാതാവിന്റെ പൈതൽ. അഹരോന്റെ കുടുംബത്തിൽ സ്വന്തം പൗരോഹിത്യത്തിൽ ഉൾപ്പെട്ടിരുന്നില്ല ഒരു പ്രാർത്ഥിക്കുന്ന മാതാവിന്റെ പൈതൽ. ഇസ്രായേലിന്റെ കർമ്മകാണ്ഡങ്ങളിൽ സ്വന്തം തിളങ്ങിയെന്നു. ദാൻ മുതൽ ബെർശേബ വരെ അറിയപ്പെട്ട ഒരു പ്രവാചകനായി ശൗമേലിനെ ദൈവം ഉയർത്താനുള്ള കാര്യം അവൻ ദൈവത്തോട് പറ്റിയിരിക്കുമായിരുന്നു. ദൈവത്തെ അറിയുന്ന ഒരു ദൈവ പൈതലായിരുന്നു കണ്ടോ. അതുകൊണ്ടാണ് ദൈവത്തെ ഓർക്കുന്ന, ദൈവശബ്ദം കേൾക്കാൻ വേണ്ടിയിട്ട് ആ പെട്ടകത്തോട് ചേർന്ന് കിടന്നു. കാരണം ദൈവത്തിന്റെ ഹൃദയപ്രകാരം ജീവിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. സ്തോത്രം. ദാവീദിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞേ, ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ഒരു മനുഷ്യൻ. അതെ, ഇന്ന് ദൈവത്തിന്റെ ഹൃദയപ്രകാരമാണ് നമ്മുടെ ജീവിതമെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവത്തെ എപ്പോഴും ഓർക്കും. അതാ ദാവീദ് പറയുന്നത്, ഞാൻ യഹോവയെ എപ്പോഴും സ്തോത്രം, ഞാൻ അവനെ സ്തുതിക്കും. അവന്റെ സ്തുതികൾ എപ്പോഴും എൻ്റെ നാവിന്മേലുണ്ടെന്ന സ്തോത്രം സംഗീതക്കാരൻ ദാവീദ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ സ്തോത്രം നോക്കി, സ്തോത്രം എന്ന യാഗം അർപ്പിക്കുവിൻ. എന്നെ മഹത്വപ്പെടുത്തുവൻ തന്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നു. ഞാൻ ദൈവത്തിന്റെ രക്ഷയെ കാണിക്കും. ഇന്ന് പ്രിയപ്പെട്ടവരെ, സ്തോത്രം, ദൈവത്തിന്റെ രക്ഷയെ നമുക്ക് കാണണോ? സ്തോത്രം എന്ന യാഗം നമ്മൾ അർപ്പിക്കണം. സ്തോത്രം. എന്താണ് സ്തോത്രം എന്ന യാഗം? കഴിഞ്ഞ കാലങ്ങളിൽ എന്നെ നടത്തിയ സ്തോത്രം, ദൈവത്തിന് വേണ്ടി എന്നെ നിർത്തിയ ആ ദൈവത്തിന് വേണ്ടി മുന്നോട്ട് എൻ്റെ ജീവിതം സ്തോത്രം എന്ന യാഗമാണ് നമ്മൾ അർപ്പിക്കേണ്ടത്. സങ്കീർത്തനം 69 സങ്കീർത്തനം 30 വാക്യത്തിൽ കാണാൻ കഴിയും, ഞാൻ പാട്ടോടെ ദൈവത്തിന്റെ നാമത്തെ സ്തുതിക്കും, സ്തോത്രത്തോടെ അവന്റെ നാമത്തെ മഹത്വപ്പെടുത്തും. അത് യഹോവയ്ക്ക് കാളയെക്കാളും കൊമ്പും കുളമ്പുമുള്ള മൂരിയേക്കാളും പ്രസാദകരമാണെന്ന് തിരുവചനം പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, അതെ, നമ്മുടെ സ്തോത്രം എന്ന യാഗമാണ് നമ്മൾ ദൈവത്തിന് അർപ്പിക്കേണ്ടത്. നോക്കിക്കേ, മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ജനം ചെങ്കടൽ കടന്ന് വിടുതൽ പ്രാപിച്ചപ്പോൾ അവർ കൈകെട്ടി നിൽക്കുവല്ലായിരുന്നു, സ്തോത്രം എന്ന യാഗം പാട്ടുപാടി ആരാധിക്കുവായിരുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ സ്തോത്രം, ദൈവത്തിന് വേണ്ടി സൗരഭ്യ വാസനയുള്ളവരായി ദൈവത്തെ ഓർക്കുന്ന ഓരോ നിമിഷവും, നമ്മുടെ ആയുസിന്റെ ഓരോ നിമിഷവും ദൈവത്തിന്റെ ദാനമാണെന്ന് ഓർത്തുകൊണ്ട് ആ ദൈവത്തെ മുറുകെ പിടിക്കുന്ന ഒരു ദിവസമായി തീരട്ടെ എന്ന് പറയുന്നു. ആ ദൈവത്തിന് സ്തോത്രവും മഹത്വവും നമ്മൾ കൊടുക്കുക. സ്തോത്രം. നോക്കിക്കേ, സ്തോത്രം, ആ ശൗമേലിനെ സ്തോത്രം, രാജാക്കന്മാരെ സ്തോത്രം അഭിഷേകം ചെയ്യാനും ദൈവമക്കളെ സ്തോത്രം ശുശ്രൂഷിക്കാനും ശൗമേലിനെ ദൈവം തിരഞ്ഞെടുത്തത് മറ്റൊന്നുമല്ല, ദൈവത്തെ എപ്പോഴും ഓർക്കുന്ന ശബ്ദം കേൾക്കുവാൻ ഇടയായി. പ്രാർത്ഥിക്കുന്ന മാതാവിന്റെ തലമുറ അടുക്കളയ്ക്കകത്ത് ഒതുങ്ങി നിൽക്കുവല്ലായിരുന്നു. സ്തോത്രം, അറിയപ്പെട്ട ഒരു പ്രവാചകനാക്കി മാറ്റി. അങ്ങനെയെങ്കിൽ ഇന്ന് ദൈവത്തെ ഓർക്കുന്ന ഒരു ദിവസമായി തീരട്ടെ. ദൈവത്തെ മറക്കാതെ സ്തോത്രം, ഓരോ ദിവസവും ദൈവം നമ്മളെ വഴി നടത്തുന്ന കൃപകൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ സമയം ഇവിടെ തീരുന്നു. ദൈവദാസന്റെ വചനത്തിന് സമയം അനുവദിച്ചു കൊടുക്കുന്നു. പ്രിയ ബിജു പാസ്റ്ററിനോട് ഒരുമിച്ചുള്ള ഇങ്ങനൊരു അനുഗ്രഹിക്കപ്പെട്ട കർമ്മയിൽ പ്രിയ ഗസ്റ്റ് അസിസ്റ്റന്റ് ഈ മീറ്റിംഗിൽ ദൈവം ഒരുക്കിയ കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ബിജു പാസ്റ്ററിനെ കുറിച്ച് പറയുവാണെങ്കിൽ എൻ്റെ ഒരു അധ്യാപനം കൂടിയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവദാസന് ഒരുമിച്ചുള്ള നല്ല കൂട്ടായ്മ കടന്നു വന്ന എല്ലാ മക്കൾക്കും ഒരു അനുഗ്രഹമായി തീരട്ടെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവനാമത്തിൽ ഇരിക്കുന്നു. ആമീൻ. സ്തോത്രം. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനം വായിച്ചത് പ്രബോധിപ്പാൻ പ്രിയ ദേവദാസിനെ ദൈവം സഹായിച്ചവൻ കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. സ്തുതിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ, മാനിക്കട്ടെ. നമുക്കിനി ഒരു വിഷയത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ കുടുംബങ്ങളെയും കുഞ്ഞുങ്ങളെയും ഓർത്തും ശരീരസുഖമില്ലാതെ ഭാരപ്പെടുന്ന മക്കളെ ഓർത്തും നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. നമ്മൾ കടഭാരത്തെ വലയുന്നതുകൊണ്ട്, ഭവനമില്ലാത്ത ഭാരപ്പെടുന്നതുകൊണ്ട്, നമ്മൾ എല്ലാ വിഷയങ്ങളെയും
അത് നമുക്ക് ഒത്തൊരുമിച്ച് ദൈവത്തിന്റെ കരുത്തിൽ സമർപ്പിക്കാം. ഈ പറയപ്പെട്ട എല്ലാ വിഷയങ്ങൾക്കും വേണ്ടി പ്രിയ ഗ്രേസ് സിസ്റ്റർ പ്രാർത്ഥിച്ചാലും. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം, സ്തോത്രം. പ്രാർത്ഥിച്ചോ എന്നാ. ഹല്ലേലൂയ സ്തോത്രം, 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 സ്തോത്രം. രക്തത്താലും വചനത്താലും പരിശുദ്ധാത്മാവിനാലും കാർമേൽ പ്രയർ ഗ്രൂപ്പുള്ള സകല കുടുംബങ്ങളെയും മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞങ്ങളുടെ പാറയും ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനുമായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട രാത്രിയുടെ യാമത്തിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ. വീണ്ടും ഞങ്ങൾക്കൊരു കൂടി വരവൂടെ തന്നതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. പ്രഭാതം മുതൽ പ്രദോഷം വരെയും കർത്താവേ അവിടുന്ന് ഞങ്ങളെ കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചെറടി പരിപാലിക്കുന്ന പ്രകാരം കർത്താവ് അവിടുന്ന് കണ്ണിന്റെ കൃഷ്ണമണി പോലെ എല്ലാ കുടുംബങ്ങളെയും പരിപാലിച്ച് ആപത്തനർത്ഥങ്ങൾ നിറഞ്ഞ ലോകത്തിൽ കർത്താവേ ഞങ്ങളുടെ പ്രാണനെ മരണത്തിൽ നിന്നും കണ്ണിനെ കണ്ണുനീർ ഞങ്ങളുടെ കാലിനെ വീഴ്ചെന്നൊക്കെയും പരിപാലിച്ച കർത്താവേ, ഈ രാത്രികാല സൈനികരുടെ യഹോവേ തിരുനിവാസം എത്ര മനോഹരം. അങ്ങയുടെ പ്രാകാരത്തിൽ കഴിക്കുന്ന ഒരു നിമിഷം ഞങ്ങളുടെ ജീവിതത്തിൽ ദിവസത്തെക്കാൾ ഉത്തമമാകയാലും നന്ദിയോടെ സ്തോത്രം, സ്തോത്രം. ഞങ്ങളെ തന്നെ അപ്പന്റെ പാദപീഠത്തിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുക കർത്താവേ. ഞങ്ങളുടെ വാക്കുകൊണ്ട്, നോട്ടം കൊണ്ട്, ചിന്ത കൊണ്ട്, കൊടുക്കൽ വാങ്ങൽ വന്നു സകല കുറവ് ക്ഷമിക്കണം. രാത്രി കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് ഞങ്ങളെ കഴുകി ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിയുടെ പാപങ്ങൾ എത്ര കടിഞ്ഞുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുപ്പിക്കുന്നവനെ രക്താംബരം പോലെ ആയാലും പഞ്ഞു പോലെ ആക്കുന്ന കർത്താവേ, ഞങ്ങളുടെ കയർമേൽ പ്രയർ ഗ്രൂപ്പിൽ കർത്താവെ പാപമേറ്റു പറഞ്ഞു പാപക്ഷമയുള്ളവരായി പ്രാഗൽഭ്യത്തോടടുത്തു വരുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക കർത്താവെ. പരിശുദ്ധാത്മാവേ അങ്ങേ ഞങ്ങൾ സ്വാഗതം ചെയ്യുക കർത്താവെ. രാജാവേ, കർത്താവെ, താൻ മാത്രം അമർത്യമുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനുമായ കർത്താവെ, അങ്ങയുടെ തിരുസന്നി കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ ആവശ്യങ്ങളുമായി അടുത്തു വരിക കർത്താവെ. പോയി വരുവാൻ പറയല്ലേ അപ്പ, അവിടുന്ന് ഞങ്ങൾക്ക് മുഖം മറച്ചാൽ അത് ഞങ്ങളുടെ കഷ്ടതയാ കർത്താവേ. സ്തോത്രപ്പ, ഇന്ന് രാത്രികാലം ഞങ്ങൾ അങ്ങയോട് അടുത്ത് വരുമ്പോ അവിടുന്ന് ഞങ്ങളോട് അടുത്ത് വരുന്ന ദൈവമാകയാൽ സ്തോത്രപ്പച്ച. ഇന്ന് രാത്രി കർമ്മേൽ പ്രയർ ഗ്രൂപ്പിലുള്ള 2.5 വർഷമായി കർത്താവെ തുടർമാനമായി കയറുന്ന എല്ലാ കുടുംബങ്ങളെ അവരുടെ തലമുറകളെയും ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക കർത്താവ്. ഓരോ കുടുംബങ്ങളെ പേര് പറഞ്ഞപ്പന്റെ കരങ്ങളിൽ സ്തോത്രത്തോടെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക കർത്താവെ. ഹോവ ഭക്തന്മാർ തമ്മിൽ സംസാരിച്ച ഹോവ ശ്രദ്ധ വെച്ച് കേട്ടും മറുപടി തരുന്ന ദൈവമാകിയാൽ സ്തോത്രം പച്ച, സ്തോത്രം. ഇന്ന് രാത്രി കാലത്തെ മീറ്റിങ്ങിനെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവെ. മർജിം ബ്രദറിനെ അങ്ങയുടെ കരങ്ങളിൽ കുടുംബമായി ഏൽപ്പിച്ച് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനം പ്രബോധിപ്പാൻ കോണം കർത്താവിടെ ആക്കല്ലോ പച്ച. കർത്താവേ സ്തോത്ര ഹോവേ, മറക്കുന്നവരെ ഇതോർത്തുകൊള്ളുവീൻ. വിടിപ്പാൻ ആരുമില്ലാതിരിക്കുമ്പോൾ നിങ്ങളെ കീറിക്കളയുമല്ലോ കർത്താവേ. സ്തോത്രമെന്നേ അധരയാകെ അർപ്പിക്കുന്നവനെ മഹത്വപ്പെടുത്തുന്ന എൻ്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവനെ ഞാൻ എൻ്റെ രക്ഷയെ കാണിച്ചു കൊടുക്കുന്നു കർത്താവ്. ഓരോ നിമിഷവും ദൈവം ചെയ്യുന്ന സകല ഉപകാരങ്ങൾക്കും സ്തോത്രമെന്നേ അധരയാകെ അർപ്പിപ്പാൻ കർത്താവെ, ഹൃദയം നിറഞ്ഞു കവിയുമ്പോൾ അത് വായി പ്രസ്താവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക കർത്താവെ. ഞങ്ങളുടെ സ്തുതി സ്തോത്രങ്ങൾ ആരാധനകളെല്ലാം അങ്ങേക്ക് സൗരഭ്യവാസനയുള്ള ആരാധനയായി തീരണമേ കർത്താവെ. ഓരോ കുടുംബങ്ങളെ സ്തോത്രത്തോടെ അവരുടെ ആവശ്യങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തലമുറകൾ പിഞ്ചു വൈദങ്ങളെ എല്ലാം രക്തം കൊണ്ടും വചനം കൊണ്ടും മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ ബാല്യക്കാരായ കുഞ്ഞുങ്ങളെ, ഞങ്ങളുടെ യൗവനക്കാരായ കുഞ്ഞുങ്ങളെ, സ്കൂളുകളിൽ കോളേജുകളിലൊക്കെ പഠിക്കുന്ന ഈ നാളുകളിൽ സ്കൂളൊക്കെയും തുറന്നല്ലോ കർത്താവെ. ഇനി വരും ദിവസങ്ങളിലൊക്കെ മഴയുടെ ആധിക്യമാണെന്ന് കേട്ടല്ലോ സ്വർഗമേ. അവിടുന്ന് കരുണ തോന്നണമേ കർത്താവെ. ഒരു വെള്ളപ്പൊക്കത്തിന്റെ ബുദ്ധിമുട്ടോ മറ്റു പ്രയാസങ്ങളോ ഒന്നും ഒരു കുടുംബങ്ങളിലോ ഒരു കുഞ്ഞുങ്ങളിലോ ഒരു പകർച്ചവ്യാധിയുടെ ബുദ്ധിമുട്ടോ പ്രയാസം ഉണ്ടാകാതെ വണ്ണം സ്വർഗത്തിലെ അപ്പ രക്തം കൊണ്ട് മുദ്രയിട്ട് സൂക്ഷിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രപ്പ. ഞങ്ങളുടെ യൗവനക്കാരെ എല്ലാം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ജോലിയില്ലാതെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളുണ്ട്, വഴികൾ വാതിലുകൾ തുറക്കാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവെ. അപ്പൊ വിദേശ രാജ്യങ്ങളൊക്കെ പോകുവാന് കർത്താവെ പ്രാർത്ഥനയോടെ പേപ്പർ വർക്കൊക്കെ ചെയ്യുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം നല്ല കോളേജുകളിൽ നല്ല സ്കൂളുകളിലൊക്കെ അഡ്മിഷൻ ലഭിക്കുവാൻ സ്വർഗം സഹായിക്കണമേ കർത്താവെ. മാനസിക വെല്ലുവിളികൾ നേരിടുന്ന അനേകായിരം കുഞ്ഞുങ്ങളുണ്ട് കർത്താവെ. അവരെ പഠിപ്പിക്കുന്ന അധ്യാപകരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന നല്ല പൗരന്മാരായി കർത്താവെ അവർ വളർന്നു വരുവാനിടയാക്കണ എല്ലാ ഹൈപ്പർ ആക്റ്റീവായ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക കർത്താവെ. അപ്പ എഴുതാനേ അങ്ങയുടെ ഏതിനെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ജൂലൈ 3-ാം തീയതി നടക്കുന്ന സർജറി എൻ്റെ കർത്താവെ അവിടുന്ന് നിന്റെ ഹിതമാണെങ്കിൽ മാത്രമേ ആ തലയിൽ കത്തിവെക്കാമേ എന്ന് പ്രാർത്ഥിക്കുക കർത്താവെ. അപ്പച്ച മാതാപിതാക്കന്മാരുടെ കണ്ണ്
കണ്ണുനീര് കർത്താവേ അവിടുന്ന് മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുക കർത്താവേ. കർമ്മേൽ പ്രയർ ഗ്രൂപ്പിൽ വെക്കുന്ന ഓരോ വിഷയങ്ങൾക്ക് സ്വർഗത്തിലെ അപ്പൻ തക്ക സമയത്ത് മറുപടി തരുന്ന ദൈവമാകിയാൽ സ്തോത്രം സ്തോത്രം സ്തോത്രം. കർമ്മേലിൽ ഇറങ്ങിയെത്തി ഓരോ കുടുംബങ്ങളിൽ ഓരോ വ്യക്തികളിൽ ഇറങ്ങുമാറാകണം കർത്താവേ. ഇത് 6-ാം മാസമാ. എന്റെ ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ലല്ലോ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന കർത്താവേ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക കർത്താവേ. അപ്പച്ച വിക്കനായ മോശയുടെ നാവിനെ തൊട്ട കർത്താവേ അപ്പച്ച എന്റെ കർത്താവേ ആയേതാന്റെ വായെ തൊടണമേ കർത്താവേ. അവൻ വായി തുറക്കട്ടെ കർത്താവേ. അവൻ നോർമൽ കുഞ്ഞുങ്ങളുടെ കൂടെ കർത്താവേ പഠിക്കട്ടെ കർത്താവേ അപ്പച്ച. അവൻ വരും ദിവസങ്ങളിൽ അങ്ങയ്ക്ക് വേണ്ടി ആ കുടുംബം ശക്തമായി ലോകരാജ്യങ്ങൾക്ക് സാക്ഷ്യമായി തീരക്ക നിലവാരത്തിൽ കർത്താവ് പൈതലിനെ അവിടുന്ന് മാനിക്കണമേ. അവന്റെ എല്ലാ ഹൈപ്പറായിട്ടുള്ള എല്ലാ സ്വഭാവങ്ങളിൽ നിന്ന് വിടുവിക്കുമാറാകണം കർത്താവേ. എനിക്ക് വേണ്ടി എൻ്റെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ ഒത്തിരി ഹൈപ്പർ ആക്റ്റീവായ കുഞ്ഞുങ്ങളുണ്ട്. അവരെയൊക്കെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുക കർത്താവേ. മക്കളെ കോപ തരുന്ന സമ്മാനമാ, ഉദരബലം അവൻ തരുന്ന അവകാശമാ കർത്താവേ. കുഞ്ഞുങ്ങളൊന്നും നഷ്ടപ്പെട്ടു പോകുവാനോ നശിച്ചു പോകുവാനോ ഒന്നും ഇടയാക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുക കർത്താവേ. അപ്പ മോശയുടെ മാതാവ് കർത്താവെ പെട്ടകം ഉണ്ടാക്കിയെങ്കിൽ ആ പെട്ടകം ചുമക്കുന്ന കുഞ്ഞുങ്ങളാക്കി കർത്താവേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം മാറ്റുമാറാകണമെന്ന് പ്രാർത്ഥിക്കുക. യഹോവയുടെ ആത്മാവ് കുഞ്ഞുങ്ങളുടെ മേൽ ആവസിക്കണം. ജ്ഞാനത്തിന്റെ ബലത്തിന്റെ ആലോചനയുടെയും പരിജ്ഞാനത്തിന്റെ യഹോവ ഭക്തിയുടെ ആത്മാവ് തന്നെ ആവസിക്കുമാറാകണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹമൊക്കെ തക്ക സമയത്ത് നടക്കണം. ഇനി താമസിക്കല്ലേ കർത്താവേ. ഇനി അപ്പാ മടുത്തു പോകാതെ പ്രാർത്ഥിക്കുവാനുള്ള ദൈവകൃപ വേഗത്തിൽ ഈ മാസം തന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരുക്കിയതൊക്കെ വെളിപ്പെട്ട് വരണമേ കർത്താവെ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ കുറവ് കർത്താവ് ഓരോ കുഞ്ഞുങ്ങളുടെയും വിവാഹത്തിന് തടസ്സമായി തീരല്ലേ. മാതാപിതാക്കന്മാരുടെ കുറവ് ഓർക്കല്ലേ കർത്താവെ. അപ്പ അനേകായിരം കുഞ്ഞുങ്ങൾ തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. തലമുറകളില്ലാതെ അനേക പ്രിയപ്പെട്ടവർ ഭാരപ്പെടുന്നുണ്ട് കർത്താവെ. കർമ്മേൽ പ്രയർ ഗ്രൂപ്പിലും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കെല്ലാം ഈ മാസം കർത്താവ് വലിയ ദൈവപ്രവൃത്തി കണ്ട് സന്തോഷിപ്പാൻ സ്വർഗമേ അവിടുന്ന് ഇടയാക്കണമേ. എല്ലാ രോഗിയുടെ മേലും ദൈവത്തിന്റെ കരം പ്രവർത്തിക്കണമേ കർത്താവെ. രോഗക്കിടക്ക മാറ്റി വിരിക്കണമേ കർത്താവെ. ക്യാൻസർ രോഗത്താലും മറ്റു രോഗങ്ങളാൽ ഭാരപ്പെടുന്ന സകലരെ ഓർത്തു പ്രാർത്ഥിക്കുന്ന അപ്പച്ച. അവേ കടഭാരത്താൽ ഞെരുങ്ങുന്ന പ്രിയപ്പെട്ടവരുണ്ട്. വിസയ്ക്കൊക്കെയും പൈസ കൊടുത്തിട്ട് നഷ്ടമായിരിക്കുന്നവരെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കൊടുത്ത സാമ്പത്തിക നന്മകളൊക്കെ കരങ്ങളിൽ ലഭിക്കുവാൻ തക്കവണ്ണം കർത്താവേ. രൂത്തിനോട് നവോമി പറഞ്ഞു ഇന്ന് ഈ കാര്യം സാധിക്കുവോളോ അയാൾ സ്വസ്ഥമായിരിക്കുകയില്ലെന്ന്. കർത്താവെ ഏതൊക്കെ വിഷയങ്ങളിന്മേൽ ദൈവത്തിന്റെ പ്രവർത്തി അപ്പച്ച വെളിപ്പെടേണ്ട വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളിലൊക്കെയും തന്റെ ദൂതനെ അയക്കണമേ കർത്താവേ. സ്തോത്രം. ഗബ്രിയേൽ മീഖായേലിനെ അയച്ച് കർത്താവെ പ്രതികൂലങ്ങളെ അവിടുന്ന് അപ്പച്ച തട്ടി മാറ്റി കർത്താവ് നന്മയൊക്കെയും പ്രാർത്ഥനയുടെ മറുപടികൾ കരത്തിൽ ലഭിക്കുവാൻ തക്കവണ്ണം ദാനിയേയുടെ പ്രാർത്ഥനയുടെ ആരംഭത്തിൽ മറുപടി അയച്ചെന്നാല് പാർസി രാജ്യത്തിന്റെ പ്രഭു തടഞ്ഞു വെച്ചിരിക്കുന്നത് പോലെ ചില പ്രാർത്ഥനാ വിഷയങ്ങൾക്കൊക്കെ മറുപടി ലഭിക്കാതെ വണ്ണം തടഞ്ഞിരിക്കുന്ന മേഖലകളിൽ കർത്താവെ അവിടുന്ന് ദൂതനെ അയച്ചേ മതിയാകത്തുള്ളു കർത്താവെ. സ്തോത്രം. കഷ്ടങ്ങളിൽ പതറിപ്പോവാൻ ഇടയാക്കാതെ വണ്ണം കർത്താവെ കഷ്ടങ്ങളെ അതിജീവിച്ച ദൈവത്തിന്റെ പാദപിടത്തെ മുറുകെ പറ്റി കർത്താവെ മറിയ ദൈവത്തോട് ചേർന്നിരുന്ന് കാൽപാദത്തിൽ ഇരുന്ന് പഠിച്ചതാരും അവളോട് അപകരിക്കാതെ വണ്ണം അവിടെ നിക്ഷേപമായി തീർന്നതുപോലെ കർത്താവെ ഞങ്ങൾ അങ്ങയുടെ പാദപിടത്തിൽ ഇരിക്കുമ്പോൾ ഞങ്ങൾ അങ്ങയുടെ മുൻപിൽ വയ്ക്കുന്ന എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങൾക്കും കർത്താവെ അപ്പൊ വേഗത്തിലുള്ള മറുപടി കണ്ടുവാൻ സഹായിക്കണം. എന്റെ ദൈവമോ രാപ്പകൽ നിലവിളിക്കുന്ന വ്രതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ള ദൈവമാകയാലും വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭവനമില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്. ഒരു സെന്റ് വസ്തുവില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട് കർത്താവെ. അപ്പൊ മഴ നിമിത്തം ഭവനം നഷ്ടപ്പെട്ട് കടം നഷ്ടപ്പെട്ടൊക്കെ ജോലിയില്ലാതെയും കർത്താവെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ അയക്കാൻ കഴിയാതെയൊക്കെ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരുണ്ട് കർത്താവെ. അപ്പ ലോൺ അടയ്ക്കാൻ കഴിയാത്തവരുണ്ട്. അപ്പച്ച വിദ്യാഭ്യാസത്തിന് പോകാൻ ലോണിന് ആപ്ലിക്കേഷൻ വെച്ചിട്ട് അത് കർത്താവെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കെല്ലാം മറുപടി കൊടുക്കണമേ കർത്താവ്. വിദേശ രാജ്യങ്ങളിലൊക്കെ വിസ ഇല്ലാതെ ജോലിയില്ലാതെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന അപ്പ അവർക്ക് തക്ക സമയത്ത് ഇനിയും താമസിക്കാതെ വേഗത്തിലൊരു വിസ ലഭിക്കുവാനും അപ്പ വിസയുള്ളവർക്കൊക്കെ കർത്താവെ ജോലി ലഭിക്കുവാൻ കർത്താവ് ഇടയാക്കണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ അങ്ങ് അയച്ചെങ്കിൽ അപ്പച്ച വാഗ്ദത്ത ദേശത്ത് കർത്താവെ അവർ പാർക്കുവാനും ആഴത്തിൽ വേരൂന്നുന്ന ലബാനോന്റെ വൃക്ഷം പോലെ കർത്താവെ അവർ ഫലം കായ്ക്കുന്നവരായി തീരുവാനൊക്കെ സ്വർഗം സഹായിക്കണമേ. ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷം പോലെ എല്ലായ്പ്പോഴും അങ്ങയോട് ചേർന്ന് ഇരിക്കുന്ന കുഞ്ഞുങ്ങളാക്കി കർത്താവെ അനേകർക്ക് പ്രകാശമാക്കി ഒക്കെ അവരെ മാനിക്കണമേ എന്ന് പ്രാർത്ഥി. എല്ലാ ലോക രാജ്യങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഭരിക്കുന്നവരെ ഓർക്കുന്നു. രാജ്യത്ത്
രാജ്യത്തൊക്കെ പാർക്കുന്ന ദൈവദാസന്മാരെ, അവരുടെ കുടുംബങ്ങളെ, അവരുടെ ശുശ്രൂഷകളെ, സഭയാം കുടുംബങ്ങളെ, തലമുറകളെ എല്ലാം ഏൽപ്പിച്ച പ്രാർത്ഥിക്കുന്നപ്പാ. പാപത്തെ പച്ചവെള്ളം പോലെ വലിച്ചു കുടിക്കുന്ന അനേകായിരം കുഞ്ഞുങ്ങളുണ്ടപ്പച്ച. പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും മിസ്രയീമിടെ നിന്ന വലിയ നെടിയ മോശയെ പോലെ ഈ നാളുകളിൽ കുഞ്ഞുങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കുവാൻ ഇടയാക്കണം. അപ്പൊ ഞങ്ങളുടെ ഇന്ത്യയെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ജമ്മു കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള എല്ലാ കുടുംബങ്ങളെ, എല്ലാ വ്യക്തി ജീവിതങ്ങളെ ഏൽപ്പിച്ച പ്രാർത്ഥിക്കും. ഇന്ത്യ ഭരിക്കുന്നവരെ ഏൽപ്പിക്കുന്നു, ഞങ്ങളുടെ കേരളത്തെ ഏൽപ്പിക്കുന്നു കർത്താവെ. കേരളത്തിന് ചുറ്റും അതിർത്തി നിശ്ചയിക്കണമേ കർത്താവ്. ഒരു പകർച്ചവ്യാധിയും മറ്റ് കൊറോണ പോലുള്ള ബുദ്ധിമുട്ട് പ്രയാസങ്ങളൊന്നും ഉണ്ടാകല്ലേ കർത്താവെ. വടക്കേ ഇന്ത്യയിലൊക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പനിയും കൊറോണകളാലൊക്കെ ഭാരപ്പെടുന്നല്ലോ. മഞ്ഞപ്പിത്തത്തിന്റെ ഭാരത്താലൊക്കെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരുണ്ട് കർത്താവ്. ആന്തരിക അവയവങ്ങളുടെ കേടുപാടുകൾ നിമിത്തം ഭാരപ്പെടുന്ന എല്ലാ കുടുംബങ്ങളോട് കരുണ തോന്നണമേ കർത്താവെ. വാർദ്ധക്യത്തിലും ക്ഷീണത്തിലുമായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഏൽപ്പിക്കുന്നു. ആശുപത്രി കിടക്കയിലായിരിക്കുന്നവരെ ഓർക്കുന്നു കർത്താവ്. ഇസ്രായേലിന്റെ സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നു. യെരൂശലേമിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ്. അങ്ങയുടെ മണ്ണിലായിരിക്കുമ്പോൾ ഈ രാജ്യത്ത് അനേക ആത്മാക്കളെ നേടുവാൻ കർത്താവെ ഞങ്ങളൊക്കെ പ്രാർത്ഥിച്ചിരുന്ന വിത്തുകൾ കർത്താവെ, അങ്ങയുടെ വചനങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വചനം അതിന്റെ ക്രിയ ചെയ്യാതെ മടങ്ങി വരാത്തതുപോലെ ഈ രാജ്യങ്ങൾ അനേക മീറ്റിങ്ങുകൾ ഉണ്ടല്ലോ കർത്താവെ. അതൊക്കെ അങ്ങയുടെ നാമ മഹത്വമായി അങ്ങയുടെ രാജ്യം വിടുവിക്കപ്പെടുക, അങ്ങയുടെ രാജ്യത്ത് അങ്ങയുടെ നാമ മഹിമയോട് ഉയർത്തപ്പെടുവാനിടയാക്കണമേ കർത്താവെ. ലോകമെമ്പാടും സുവിശേഷ വേലയിൽ നിൽക്കുന്ന എല്ലാ അഭിഷിക്തന്മാരെ, അവരുടെ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. കർമ്മേലി കയറിയ 2.5 വർഷം വചനം സംസാരിച്ച ദൈവദാസന്മാരെ, ദൈവദാസിമാരെ, അവരുടെ കുടുംബങ്ങളെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കും. ഇന്ന് രാത്രികാലം കയറിയ എല്ലാ കുടുംബങ്ങളെ, ഇനി കയറാൻ ആഗ്രഹിക്കുന്ന കുടുംബങ്ങളെ എല്ലാം അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ ഏൽപ്പിച്ച പ്രാർത്ഥിക്കുന്നു. എനിക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ സകല പ്രാർത്ഥനാ വിഷയങ്ങളെ, വസ്തു വിൽക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, മേടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പാ. ഇനിയും തടയല്ലേ അപ്പാ, ഇനിയും തടയല്ലേ. നന്മ തടഞ്ഞു ആദവണ്ണം അവർക്കൊക്കെ ആ വസ്തു വിറ്റിട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പ്രാരപ്പെടുന്നവരുണ്ട് കർത്താവെ. അപ്പച്ച എന്റെ കർത്താവ്, അത്ഭുതങ്ങളുടെ ദൈവം, ആലോചന വലിയവനെ അവിടുന്ന് പ്രവർത്തിക്കണമേ കർത്താവ്. ഓരോ രാജ്യങ്ങളുടെ സ്ഥാനാപതികളായി കയറിയ എല്ലാ കുടുംബങ്ങളെയും അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ ഏൽപ്പിച്ച പ്രാർത്ഥിക്കുന്നു. രാത്രി വചനവുമായി നിൽക്കുന്ന അഭിഷിക്തനെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച പ്രാർത്ഥിക്കുന്നത് യഹോവയാൽ സംഭവിച്ചു മനുഷ്യന്റെ ദൃഷ്ടിയിൽ ആശ്ചര്യപ്പെടുമാറ് ഇന്ന് രാത്രി ഒരു അസാധാരണ ദൈവപ്രവൃത്തിയുടെ രാത്രിയാക്കി തീർക്കണം കർത്താവെ. അപ്പൊ ഹോവയുടെ വചനം തീയാണ്, അത് തീങ്കൽ പാറയത്തു ആർക്കുന്ന ചുറ്റിക. ഇന്ന് രാത്രി പ്രിയം അഭിഷേകത്തിലൂടെ കേൾക്കുന്ന വചനം ഓരോ ജീവിതങ്ങൾക്ക് അത് വിടുതലായി, അത്ഭുതമായി, അനുഗ്രഹമായി, ആരോഗ്യമായി, സൗഖ്യമായി തീരണമേ. അടിയനെ സമ്പൂർണമായി താഴ്ത്തുന്നു. കർമ്മേലി പ്രാർത്ഥിക്കുന്നവരെ, പാടുന്നവരെ എല്ലാം പ്രിയപ്പെട്ടവരെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നിറഞ്ഞ മനസ്സോട് അങ്ങയുടെ മണ്ണിലിരുന്ന് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അബ്രഹാം അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞ കർത്താവെ, എല്ലാ കുടുംബങ്ങളെയും സ്തോത്രത്തോടെ ഒരു പ്രാവശ്യം കൂടെ അപ്പന്റെ കരങ്ങളിൽ ഏൽപ്പി. എന്റെ ജീവിതത്തിന്റെ ഉറവാട് നന്മയ്ക്ക് തടസ്സമാകല്ലേ. നെറ്റിന്റെ യാതൊരുവിധ ഇഷ്യൂ ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടാകാതെ വേണം ആദ്യോടെന്താ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കണം. കയറാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാം കൂട്ടിവരുത്തണം. എല്ലാം അങ്ങയുടെ നാമമഹത്വമായി തീരണം. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സകലതും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടനായി നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം. പ്രാർത്ഥിച്ച ഹല്ലേലൂയ. എല്ലാം ദൈവം ശ്രദ്ധ വെച്ച് കേട്ടിക്കാൻ നമുക്ക് നന്ദി പറയാം. സ്തോത്രം. പ്രാർത്ഥിച്ച ദൈവദാസിയെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഇനിയും പ്രാർത്ഥനാ വിഷയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ വചന ശുശ്രൂഷ കഴിഞ്ഞിട്ട് ഷെയർ ചെയ്ത് നമുക്ക് പിന്നീട് അത് പ്രാർത്ഥിക്കാം. ഇനി വചന ശുശ്രൂഷയ്ക്കായ സമയത്തെ വേർതിരിക്കുന്നു. നമ്മുടെ മധ്യ വചനവുമായി കടന്നു വന്ന പാസ്റ്റർ ബിജു തോമസ് പാസ്റ്ററെ നമുക്ക് ദൈവകരത്തിൽ സമർപ്പിച്ച് നമുക്ക് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. വാഗ്ദത്തങ്ങൾ വിശ്വസിച്ച് വാക്കുമാറാത്ത നല്ല സ്വർഗ്ഗപിതാവേ, ദൈവമേ, അടിയങ്ങളുടെ മധ്യേ വചനവുമായി കടന്നു വന്ന ദൈവദാസൻ ഞങ്ങളുടെ കരത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പച്ച. ഹല്ലേലൂയ. ദൈവമേ, ഇന്ന് കയറിയിരിക്കുന്ന ഓരോ മക്കൾക്ക് വേണ്ടിയുള്ള ദൂതുകളും ആലോചനകളും കർത്താവേ, ദൈവദാസന്റെ പക്കൽ ദൈവം ഏൽപ്പിച്ചിരിക്കാൻ അങ്ങേക്ക് നന്ദി പറയുന്നപ്പാ. വചനം കേട്ട് അനുഗ്രഹം പ്രാപിപ്പാൻ അടിയങ്ങളെല്ലാം ദൈവം സഹായിക്കണേ കർത്താവേ. പരിശുദ്ധാത്മാവിൻ നിറവിൽ നിന്നുകൊണ്ട് വചനം ഘോഷിപ്പാൻ ദൈവം സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയാണ് കേട്ടിരിക്കുക. സ്തോത്രം. യേശു ക്രിസ്തു നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം, സ്തോത്രം. വചന ശുശ്രൂഷയ്ക്കായി ഏറെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ബിജു തോമസ് പാസ്റ്റർ ദൈവനാമത്തിൽ ക്ഷണിച്ചുകൊള്ളുന്നു. ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പാസ്റ്റർ, സ്തോത്രം. കർത്താവിന്റെ പരിശുദ്ധമായ നാമം ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിയിൽ ഒരു പ്രാവശ്യം കൂടെ വാഴ്ത്തപ്പെടുമാറാകട്ടെ. മനോഹരമായ രാത്രിയിൽ നിങ്ങളോടൊപ്പം ദൈവത്തിന്റെ വചനവുമായിട്ട് നിൽക്കാൻ ലഭ്യമായ സമയം ക്രിസ്തുവിൽ മെച്ചപ്പെട്ട പദവിയായിട്ട് ഞാൻ അതിനെ കരുതുന്നു.
ഈ സൂം പ്ലാറ്റ്ഫോമിലെ മീറ്റിംഗ് വളരെ നന്നായിട്ട് പ്രൊസൈഡ് ചെയ്യുന്ന കർത്താവിൽ അനുഗ്രഹീതയായ സിസ്റ്റർ പ്രിനീത ജോൺസൺ, ഇന്ന് നമുക്ക് നന്നായിട്ട് സങ്കീർത്തനത്തിന്റെ വാക്യങ്ങളിലൂടെ നല്ല ആത്മീയ ചിന്തകളെ കൈകാര്യം ചെയ്ത് നമ്മളെ പഠിപ്പിച്ച, ഞാൻ ക്രിസ്തുവിൽ വളരെ സ്നേഹിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഇവാഞ്ചലിസ്റ്റ് മർജി മാത്യു അവറുകൾ കർത്താവിന്റെ ദാസനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ ഒരു നാട്ടുകാരാണ്. കർത്താവിന്റെ ദാസൻ സുവിശേഷ വേളയിൽ ദൈവത്താൽ ഇങ്ങനെ ഉപയോഗിക്കപ്പെടുന്നതിൽ വളരെ സന്തോഷിക്കുന്നു. എൻ്റെ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. അദ്ദേഹത്തോടുള്ള നന്ദിയെ വിശേഷാൽ ഓർപ്പിക്കുന്നു. ഈ മീറ്റിംഗിൽ നിന്ന് പ്രാർത്ഥനയിൽ നമ്മെ സഹായിച്ച സിസ്റ്റർ ഗ്രേസി അവരുകളെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ദാസി ഇതിനെ ചുക്കാൻ പിടിക്കുന്നല്ലോ. കർത്താവിന്റെ ദാസിയോടുള്ള വന്ദനം അറിയിക്കുന്നു. കർമേൽ പ്രയർ ഫെലോഷിപ്പിലുള്ള എല്ലാ കർത്താവിന്റെ ദാസിമാരെയും ദൈവദാസന്മാരെയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള വന്ദനം ചൊല്ലുന്നു. നിങ്ങളോടൊപ്പം ഇങ്ങനെ ഒരു മീറ്റിംഗിലായിരിക്കുവാൻ ഇടയായി തീർന്നത് എൻ്റെ സ്നേഹിതൻ മർജി മാത്യു നിമിത്തമാണ്. അദ്ദേഹത്തോട് എനിക്ക് അതിൽ കടപ്പാടുണ്ട്, നന്ദിയുണ്ട്. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്ക് വേണ്ടി 2 തിമോഥെയോസിന്റെ ലേഖനം 4-ാം അധ്യായം അതിന്റെ 7-ാമത് വാക്യം നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായിട്ട് വായിക്കുന്നു. 2 തിമോഥെയോസിന്റെ ലേഖനം 4-ാം അധ്യായം അതിന്റെ 7-ാമത് വാക്യം. ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായിട്ട് വച്ചിരിക്കുന്നു. വളരെ ഗൗരവമുള്ള ഒരു വാക്യമാണ്. അപ്പോസ്തലനായ പൗലോസ് തന്റെ ഏറ്റവും ഒടുവിലത്തെ ലേഖനമാണ് 2 തിമോഥെയോസിന്റെ ലേഖനം. 21 ലേഖനങ്ങളിൽ 14 ലേഖനവും ചമപ്പാനുള്ള ദൈവകൃപ ലഭ്യമായ മനുഷ്യൻ. നമ്മളെപ്പോലൊരു സാധാരണ മനുഷ്യനാണ്. ദൈവകൃപ വന്നു കഴിഞ്ഞപ്പോൾ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ആകണമെന്നുള്ള തികഞ്ഞ ആഗ്രഹം, ആ ആഗ്രഹത്തെ മാനിക്കുന്ന ദൈവം 14 ലേഖനം ദൈവസഭയ്ക്ക് വേണ്ടി എഴുതാനുള്ള കരുത്ത് പൗലോസ് എന്ന ആ വലിയ മനുഷ്യന് ദൈവത്തിന്റെ കൃപ തന്നെ കൊണ്ടത് ചെയ്യിപ്പിച്ചു. താൻ അതിനുവേണ്ടി പ്രയത്നിച്ചു, താൻ അതിനുവേണ്ടി ആഗ്രഹിച്ചു, കർത്താവിൽ നിന്ന് പ്രാപിക്കാൻ വേണ്ടി ഇരുന്നു. തനിക്ക് കർത്താവ് കൊടുത്ത കൃപ അതിനൊത്തവണ്ണം ദൈവസഭയ്ക്ക് ലേഖനങ്ങൾ എഴുതുവാനിടയായി. ഇവിടെ അറിയേണ്ട ഒരു കാര്യം, അതേ കൃപയാണ് നമ്മളിലും വ്യാപരിക്കുന്നത്. വിശുദ്ധ ബൈബിൾ പറയുന്നു, നിനക്ക് ചെയ്യുവാൻ സംഗതി വരുന്നതൊക്കെയും നീ വേഗത്തിൽ ചെയ്യുക, വേഗത്തിൽ ചെയ്യുക. ദൈവനാമത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ അതെല്ലാം വേഗത്തിൽ ചെയ്യാൻ വചനം നമ്മളെ പ്രബോധിപ്പിക്കുന്നുണ്ട്. കാരണം ഒറ്റ നിമിഷം കൊണ്ട് നമ്മളൊന്ന് കണ്ണടച്ചാൽ ഒരുപക്ഷെ ഒരു പാപി ഈ ലോകത്തിൽ മാറ്റപ്പെടാൻ സാധ്യതയുണ്ട്. അതാണ് എന്റെ കാര്യം. ഞാനീ അതുകൊണ്ടാണ് പറഞ്ഞത്, നിനക്ക് ചെയ്യുവാൻ സംഗതി വരുന്നതൊക്കെയും നീ വേഗത്തിൽ ചെയ്യുക, വേഗത്തിൽ ചെയ്യുക. ധന്യനായ പൗലോസ് ലീഹ 14 ലേഖനം എഴുതുമ്പോൾ ഏറ്റവും ഒടുവിലത്തെ ലേഖനം 2 തിമോഥെയോസിന്റെ ലേഖനം എഴുതുന്നത് അത്ര സുഖമുള്ള ഒരു മുറിയിൽ ഇരുന്നു കൊണ്ടല്ല. പൗലോസിനെ പിടിക്കുവാനും പിടിച്ചു കെട്ടുവാനും അവന്റെ ഓട്ടം അവസാനിപ്പിക്കുവാനും വിശ്വാസം കെടുത്തിക്കളയുവാനും ഒക്കെ ശ്രമം നടത്തിയ ഒട്ടനവധി ഇരുട്ടിന്റെ ശക്തികൾ, രാജാക്കന്മാർ ഒക്കെ ഒത്തിരി അവന്റെ ആ ജീവിത വഴിത്താരക്കെതിരെ വന്നിട്ടും അവനെ തടയാൻ കഴിയാതിരുന്നപ്പോൾ റോമിന്റെ പഴയ കെട്ടിടങ്ങൾക്ക് നീറോ തീ കൊളുത്തിക്കൊണ്ട് ഒരൊറ്റ രാത്രി കൊണ്ട് റോമിന്റെ പഴയ കെട്ടിടങ്ങൾക്ക് തീ കൊളുത്തിയിട്ട് ഇത് ക്രിസ്തുവിനെ സ്നേഹിച്ചുകൊണ്ട് ആരാധിക്കുന്നവരാണ് ചെയ്തതെന്ന് വരുത്തി തീർത്ത് അതിന്റെ നേതാവെന്ന് അഭിമാനിക്കുന്ന പൗലോസിനെ അതിന്റെ പേരിൽ, ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ പിടിച്ച് റോമിന്റെ കാരാഗ്രഹത്തിനകത്തേക്ക് അടച്ചിട്ട് അവിടെ വെച്ച് എന്നേക്കുമായിട്ട് അസ്തമിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ നീറോ എന്ന് പറയുന്ന മനുഷ്യൻ താൻ എഴുതുന്ന കത്ത് പൗലോസിന്റെ കാരാഗ്രഹത്തിനകത്തേക്ക് തന്റെ ജനലഴിയിലൂടെ തന്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ അത് പൊട്ടിച്ചു വായിക്കുന്ന ധന്യനായ പൗലോസ് രാജാവ് എഴുതിയ ആ കത്തിനകത്ത് എഴുതിയിരിക്കുന്നത്, നാളെ നിൻ ശിരച്ഛേദം ചെയ്യപ്പെടുകയാണ്,
എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ നിനക്ക് ഇപ്പോൾ പറയാമെന്ന് പറഞ്ഞ കത്ത് കയ്യിൽ കിട്ടുമ്പോൾ ആ കത്ത് മാറ്റിവെച്ചിട്ട് തന്റെ തുലിക എടുത്തുകൊണ്ട് നിജപുത്രനായ, വിശ്വാസത്തിൽ ജനിപ്പിച്ച നിജപുത്രനായ തീമത്തിയോസിന് ഏറ്റവും ഒടുവിലായിട്ട് എഴുതുന്ന ലേഖനമാണ് 2 തീമത്തിയോസിന്റെ ലേഖനം. മരണം മുൻപിൽ കാണുമ്പോഴും ഓട്ടം നിലച്ചു എന്ന് പറഞ്ഞുകൊണ്ട്, വിശ്വാസം തീർത്തു, ഇനി നിനക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല, നിന്നെ ഇനി മുന്നോട്ട് വിടില്ലെന്ന് പറഞ്ഞുകൊണ്ട് പൗലോസിനെതിരെ മരണത്തിന്റെ അതേ വാർത്തയുമായിട്ട് വരുന്ന കത്ത് മാറ്റിവെച്ചിട്ട് പൗലോസ് എഴുതുന്ന ലേഖനമാണ് 2 തീമത്തിയോസിന്റെ ലേഖനം. അതിനകത്ത് പൗലോസ് എഴുതുകയാ, ഞാൻ നല്ല പോർ പൊരുതി, ഞാൻ ഓട്ടം തികച്ചു, ഞാൻ വിശ്വാസം കാത്തു, ഇനിയും നീതിയുടെ കിരീടം എനിക്കായിട്ട് വെച്ചിട്ടുണ്ട്. കത്ത് എഴുതിയവനെ ആ ലേഖനത്തിൽ പൗലോസ് വിളിച്ച പദം കേൾക്കണോ? സിംഹത്തിന്റെ വായിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു. സിംഹമെന്നാണ് നീറോയെ വിളിച്ചത്. സിംഹത്തിന് എന്നെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. നീറോയോട് പറയുകയാണ്, ഞാൻ നല്ല പോർ പൊരുതി, ഞാൻ ഓട്ടം തികച്ചു, ഞാൻ വിശ്വാസം കാത്തു, ഇനിയും നീതിയുടെ കിരീടം എനിക്കായി വെച്ചിട്ടുണ്ട്. ഓട്ടം തികച്ചിട്ടില്ല എങ്കിൽ, വിശ്വാസം ഇനിയും ബാക്കി നിൽക്കുന്നുവെങ്കിൽ നിനക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ലെന്ന് നീറോയോട് ശക്തമായിട്ട് വെല്ലുവിളിച്ചുകൊണ്ട് നിജപുത്രനായ തീമത്തിയോസിനോട് പറയുകയാണ്, എന്നെ തടയാൻ ശ്രമിച്ചവർ ഇവിടെ ഉണ്ട്, ഞാൻ മരണം വഴിയായി മാറ്റപ്പെടും, നീ തികയ്ക്കണം, നീ ഓട്ടമോടി തികയ്ക്കണം, എന്നെ പോലെ വിശ്വാസം നീയും കാക്കണം, എന്നെ പോലെ ഓട്ടമോടി നീയും തികയ്ക്കണം, ആരും നിന്റെ വഴി തടയാൻ അനുവദിക്കരുതെന്ന് പറഞ്ഞ് നിജപുത്രനായ തീമത്തിയോസിന് ശക്തമായ ലേഖനം എഴുതിക്കൊണ്ട് അത് മരണത്തിന് വേണ്ടി കാതുകോർക്കുന്ന പൗലോസിനെയാണ് നമ്മൾ ഈ ലേഖനത്തിൽ കാണുന്നത്. എന്താണ് ഇതിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന ദൂതെന്താണ്? ഇന്നലകളിൽ നമ്മളിൽ നിന്ന് മാറിപ്പോയിരിക്കുന്ന ധീര അതേ പരാക്രമം കാണിച്ച വിശുദ്ധന്മാരെല്ലാം ഓട്ടമോടി തികച്ചു, അവരെല്ലാം വിശ്വാസം കാത്തു, അവരെല്ലാം നീതിയുടെ കിരീടത്തിനായി തിരശ്ശീലയ്ക്ക് അപ്പുറത്തേക്ക് മാറ്റപ്പെട്ടിട്ട് നാം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം പരമാർത്ഥമായിട്ട് ഓർക്കണം, ഈ ക്രിസ്തീയ പോർക്കളത്തിലെ ഓട്ടം അത്ര സുഖകരമായ കാര്യമല്ല. എവിടെയാണ് തടസ്സം വരുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല. നമ്മൾ ഓടുന്നത് കണ്ടുകൊണ്ട് ചിരിക്കുന്നവരൊന്നും അങ്ങനെ സുഖമുള്ള ചിരിയല്ല ചിരിക്കുന്നത്, പുറമേ ചിരിയേ ഉള്ളത്, അകമേ കറമ്പിക്കൊണ്ടാണ്. എന്തിന് തോളത്ത് കൈയിടാൻ വരുന്നവൻ പോലും അസൂയാവാഹമായിട്ടൊരു പക്ഷേ നോക്കാൻ സാധ്യതയുണ്ട്. നിന്റെ മെസ്സേജ്, നിന്റെ പാട്ട്, നിന്റെ പ്രാർത്ഥന ഇതെല്ലാം കൊള്ളാമെന്ന് പറയുമ്പോഴും അതിന്റെ ഉള്ളിൽ അസൂയാവാഹമായിട്ട് എങ്ങനെങ്കിലും നിന്നെ തളച്ചിരുന്നെങ്കിലും ആഗ്രഹിക്കുന്ന എത്രയോ ജീവിതങ്ങൾ ചുറ്റുവട്ടങ്ങളിൽ അങ്ങനെ ഉണ്ടെന്നറിയാമോ? അത് പരമാർത്ഥ സത്യമാണ്. പൗലോസ് അത് തെളിയിക്കുന്നുണ്ട്. ഞാന് കൂട്ടു സഹോദരൻ എന്ന് വിചാരിച്ച് അത് കൂട്ട് സഹോദരന്മാരിലൂടെയുള്ള ആപത്തുകൾ എനിക്ക് ഒട്ടനവധി ഉണ്ടായിട്ടുണ്ട്. ആപത്തുകളുടെ മീതെ ആപത്തുകളുമായിട്ട് വീണ്ടും ഓട്ടത്തിന് വേണ്ടി തയ്യാറാകുന്ന പൗലോസ്ലീഹ പറയുകയാണ്, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, സഹോദരന്മാരുടെ ആപത്ത്, അങ്ങനെ ആപത്തുകൾ എണ്ണി എണ്ണി പറയുവാൻ ഒട്ടനവധി ഉള്ളപ്പോഴും പൗലോസ് പറയുകയാണ്, ഈ ആപത്തുകൾക്കൊന്നും എന്റെ ഓട്ടത്തെ നിലപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതെ, നീറോയ്ക്ക് എന്റെ ഓട്ടത്തെ നിലപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ റോമിന്റെ കത്തിയെരിയുന്ന പഴയ കെട്ടിടങ്ങൾക്ക്, അതിന്റെ നീതിപീഠങ്ങൾക്ക് എന്റെ ഓട്ടത്തെ നിലപ്പിക്കാൻ കഴിയത്തില്ല. എന്തുകൊണ്ടെന്നാൽ ദൈവം തന്ന ഓട്ടം ഞാൻ തികച്ചിരിക്കുന്നു, ദൈവം തന്ന വിശ്വാസം ഞാൻ തികച്ചിരിക്കുന്നു, അതുകൊണ്ട് മാത്രമാണ് മരണത്തിലേക്ക് ഞാൻ പോകാൻ തയ്യാറാകുന്നത്. വളരെ ഗൗരവമുള്ള, ആശയമുള്ള, ആധികാരികതയുള്ള വചനത്തിന്റെ ധ്യാനം പൗലോസ്ലീഹ നമുക്ക് ഇട്ടു തന്നിരിക്കുകയാണ്. നല്ലപോർ പൊരുതി ഓട്ടം തികച്ച് വിശ്വാസം കാത്തു എന്നുള്ളത്. വളരെ ഗൗരവമുള്ള ഈ സന്ദേശത്തിൽ നിന്നും നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? ദൈവം തന്ന ഓട്ടം തികയ്ക്കുവാൻ, ദൈവം തന്ന വിശ്വാസം ബാക്കി നിൽക്കുന്നിടത്തോളം കാലം മരണത്തിന് പോലും നമ്മളെ തൊടാൻ കഴിയത്തില്ല. ദൈവമാണ് ഓട്ടം തന്നതെങ്കിൽ അത് പൂർത്തീകരിക്കുന്നതിന് മുമ്പ് മരണത്തിന് പോലും നമ്മളെ തൊടാൻ കഴിയത്തില്ല. പിന്നെ എന്താ നമ്മൾ ചെയ്യേണ്ടത്? ദൈവത്തെ അവിശ്വസിക്കരുത്, ദൈവവചനത്തെ അവിശ്വസിക്കരുത്, ദൈവത്തെയും ദൈവവചനത്തെയും അവിശ്വസിക്കരുത്. ഇനി മറ്റൊരു കാര്യം കൂടെ ഞാൻ പറയാം. ഒരു വാഗ്ദത്തമെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഒരു ശത്രുവിന് നിന്നെ തൊടാൻ കഴിയത്തില്ല, മരണത്തിൽ പോലും തൊടാൻ കഴിയത്തില്ല. ഒരു വാഗ്ദത്തമെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ. നിങ്ങൾക്കറിയാമോ, ശിമ്യോൻ എന്ന് പറയുന്ന ഒരു പുരോഹിതനായ മനുഷ്യൻ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിലുണ്ട്. ശിമ്യോൻ എന്ന് പറഞ്ഞ പേര്. ശിമ്യോനോടൊരു വാഗ്ദത്തമുണ്ട്. എന്താ വാഗ്ദത്തം എന്നറിയണ്ടേ? അത്, ശിമ്യോനെ, നീ ശാസ്ത്രിയല്ലേ, നീ എഴുതിക്കൊണ്ടിരുന്നപ്പോൾ നീ ഒരു വചനത്തിന് മുമ്പിൽ അവിശ്വസിച്ചു നിന്നില്ലേ? ഏതാണ് വചനം? കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കുമെന്നുള്ളത്. ആ വചനത്തിന് മുമ്പിൽ നിസ്സഹായകനായി
ശിമയോനെ പോലെ അതെ അവിശ്വാസത്തിന്റെ കണ്ണു കൊണ്ട് നിന്നപ്പോൾ പരിശുദ്ധയാത്മാവ് ശിമയോനോട് പറഞ്ഞൊരു ദൂതുണ്ട്. അത് കാണുകയും അത് കയ്യിലെടുക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടല്ലാതെ മരണം നിന്നെ തൊടത്തില്ല എന്നൊരു വാഗ്ദത്തത്തിന്റെ വചനം അത് ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 26-27 വാക്യങ്ങളിലാണ്. 26-ാമത്തെ വാക്യത്തിലാണ് അത് പരിശുദ്ധാത്മാവ് പറയുന്നത്, കർത്താവിന്റെ ക്രിസ്തുവിനെ കാണും മുമ്പ് മരണം നിന്നെ തൊടത്തില്ല. 27-ാമത്തെ വാക്യത്തിൽ അത് നിവർത്തീകരണത്തിലേക്ക് വരുന്നതായിട്ട് കാണുന്നു. 27-ാമത്തെ വാക്യത്തിൽ പരിശുദ്ധാത്മാവ് ശിമ്യോനെ നോക്കിയിട്ട് പറയുകയാണ്, അവൻ ആത്മനിയോഗത്താൽ ദൈവാലയത്തിലേക്ക് പോകുന്നു. ഇന്ന് അവൻ പ്രാർത്ഥനയുടെ മറുപടി കാണും. ഇന്നവൻ വാഗ്ദത്തത്തിന്റെ നിവർത്തീകരണം കാണും. 2:27 പരിശുദ്ധാത്മാവ് പറയുകയാണ്, അവൻ ആത്മനിയോഗത്താൽ ദൈവാലയത്തിലേക്ക് ചെല്ലുന്നു. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്നത് ഒരു ആത്മനിയോഗത്തോടു കൂടെയാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ, ഏത് മീറ്റിംഗിലും നമ്മൾ സംബന്ധിക്കാൻ തയ്യാറാകുന്നതിന്റെ പിന്നിൽ ഒരാത്മനിയോഗം നമുക്കുണ്ടെങ്കിൽ, ആത്മാവിന്റെ ഒരു നിയോഗം, ആത്മാവിന്റെ ഒരു ലീഡർഷിപ്പ് നമുക്കുണ്ടെങ്കിൽ, ഒരു കാര്യം ഉറപ്പാണ്, ഏതോ പ്രാർത്ഥനയുടെ മറുപടി റിലീസാകാൻ, ഏതോ ഒരു വാഗ്ദത്തം പുറത്തു വരാനുള്ള സാധ്യതയാണത്. സമയമില്ലാത്തിടത്ത് സമയം ഉണ്ടാക്കിക്കൊണ്ട് നമ്മളൊരു പ്രാർത്ഥനയ്ക്ക് സംബന്ധിക്കുന്നുണ്ടെങ്കിൽ, അതിന്റെ പിന്നിൽ ഒരു ആത്മനിയോഗം നിങ്ങൾക്കുണ്ടെങ്കിൽ, ആ ആത്മനിയോഗം നമുക്ക് തരുന്ന പാഠം ശിമ്യോന്റെ പ്രാർത്ഥനയുടെ മറുപടി അവര് ലഭ്യമാവുകയാണ്. പരിശുദ്ധാത്മാവ് അത് പറഞ്ഞിട്ട് ശിമ്യോൻ ആലയത്തിലേക്ക് ചെല്ലുമ്പോ കൊണ്ടുവന്ന കുഞ്ഞുങ്ങളിൽ ഒന്ന് ആ പ്രാർത്ഥനയുടെ മറുപടിയായിരുന്നു. യേശുവിനെ കയ്യിലെടുത്തിട്ട് ഈ ശിമ്യോൻ പറയുന്ന പ്രാർത്ഥന കേട്ടോ, ഇപ്പോൾ നാഥ എന്നെ സമാധാനത്തോടെ അയക്കണമേ. ലോകത്തിന്റെ രക്ഷകനെ ഞാൻ എൻ്റെ കണ്ണാൽ കണ്ടുവല്ലോ, എൻ്റെ കയ്യിൽ അവനെ എടുത്തല്ലോ, അവന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചല്ലോ എന്ന് പറഞ്ഞ വാഗ്ദത്തത്തിന്റെ നിവർത്തി കയ്യിലേന്തിക്കൊണ്ട് ശിമ്യോൻ പറയുകയാണ്, എന്നെ സമാധാനത്തോടെ പറഞ്ഞയക്കണമേ. പ്രിയരെ, ചില വാഗ്ദത്തം നിവർത്തിയാകാത്തിടത്തോളം കാലം ചില അസമാധാനങ്ങൾ നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കും. നിങ്ങൾക്കറിയാമോ, എല്ലാ സമാധാനവും എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടല്ല. സമാധാനമില്ലായ്മ ചില വാഗ്ദത്തങ്ങളുടെ നിവർത്തീകരണത്തിന്റെ സമയമാകുമ്പോൾ ഉണ്ടാകാം. നിങ്ങൾക്ക് എവിടെങ്കിലും ഒരു അസ്വസ്ഥത ഉണ്ടാകുന്നുണ്ടെങ്കിൽ, സമാധാനമില്ലാത്തൊരു ചെറിയ അന്തരീക്ഷം ഉണ്ടാകുന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു പ്രാർത്ഥന മനുഷ്യയായിട്ടും ഒരു പ്രാർത്ഥന വ്യക്തിത്വമായിട്ടും നിങ്ങൾക്ക് ഏതെങ്കിലും നിമിഷം ഒരു സമാധാനമില്ലാത്തൊരു അന്തരീക്ഷം മനസ്സിനെ വല്ലാതെ വലയ്ക്കുന്നുണ്ടെങ്കിൽ, ആ നിമിഷം യേശു പറഞ്ഞ പ്രാർത്ഥനയ്ക്ക് വേണ്ടി തയ്യാറായാൽ, ഏതാ യേശു പറഞ്ഞ പ്രാർത്ഥന? അറയിൽ കടക്കുക. അറയിൽ കടന്നുകൊണ്ട് രഹസ്യത്തിൽ പ്രാർത്ഥിക്കാൻ, വേറെ ആരുമില്ലാതെ, രണ്ടാമതൊരാൾ നമ്മുടെ കൂടെ ഇല്ലാതെ, ഒറ്റയ്ക്ക് അറയിലോട്ട് കടന്നിട്ട് ആ കതകം നടച്ചിട്ട് ആ പായോ ആ ഷീറ്റോ നിവർത്തിയിട്ടിട്ട് ആ മുട്ടുമടക്കിക്കൊണ്ട് ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ അവിടെ ഒരു അത്ഭുതം നടക്കും. എന്താണെന്നറിയാമോ? രഹസ്യത്തിൽ പിതാവ് വെളിപ്പെട്ടു വരും. യേശു പറഞ്ഞു, നീ അറയിൽ കടന്ന് വാതിലടച്ചാൽ രഹസ്യത്തിൽ എൻ്റെ പിതാവ് വെളിപ്പെട്ടു വരും. എന്തിനാണ് അങ്ങനെ വരുന്നത്? നിനക്ക് പറയാനുള്ള രഹസ്യങ്ങൾ പറയാൻ, ആ പിതാവിന് നിന്നോട് പറയാനുള്ള രഹസ്യങ്ങൾ വേറൊരാൾ കേൾക്കാതെ പറയാൻ, രണ്ടുപേരും തമ്മിൽ രഹസ്യമായ സംഭാഷണം നടത്താൻ. പൊതുപ്രാർത്ഥന നടക്കില്ല, പൊതുപ്രാർത്ഥനയിൽ നടക്കില്ല, 10 പേര് കൂടുന്ന കൂട്ടായ്മയിൽ നടക്കില്ല, ആരാധനാ മണ്ഡലങ്ങളിൽ നടക്കില്ല, സഭായോഗങ്ങളിൽ നടക്കില്ല. 10 പേര് കൂടുന്നിടത്ത് നിന്നോട് രഹസ്യമായിട്ട് പിതാവിന് സംസാരിക്കാൻ എങ്ങനെയാ പറ്റുക? നിനക്ക് പിതാവിനോട് എങ്ങനെയാ രഹസ്യമായി സംസാരിക്കാൻ പറ്റുക? നിന്റെ രഹസ്യങ്ങൾ വേറൊരാൾ അറിയാത്ത ചില രഹസ്യ പ്രാർത്ഥനകളില്ലേ, ചില രഹസ്യ വിഷയങ്ങളില്ലേ, അത് പങ്കുവെക്കണ്ടേ? അത് പങ്കുവെക്കുവാൻ യേശു പറഞ്ഞു ഒരു പ്രാർത്ഥനയുടെ രീതി. യേശു ഒത്തിരി പ്രാർത്ഥനാ രീതികൾ പഠിപ്പിച്ചിട്ടുണ്ട്, ശിഷ്യന്മാരെ ഒത്തിരി പ്രാർത്ഥനാ രീതികൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഒരു രീതിയാണ് അറയിൽ കടന്നുള്ള പ്രാർത്ഥന. അറയിൽ കടക്കുമ്പോൾ വേറൊരാളെ കൊണ്ടുപോകാൻ പാടില്ല. ഉഭയസമ്മതം ചെയ്ത ഒരാളെ പോലും അവിടെ കറയിൽ കൊണ്ടുപോകാനായി യേശു പറഞ്ഞതായിട്ട് അവിടെ വായിക്കുന്നില്ല. പരസ്പരം ഉഭയസമ്മതം ചെയ്ത് ഒന്നായ
വ്യക്തിയെ പോലും ആ ആ അറയിലേക്ക് കൊണ്ടുപോകാൻ യേശു പറയുന്നില്ല, നീ ഒറ്റയ്ക്ക് പോകാനാണ് പറയുന്നത്. ഒറ്റയ്ക്ക് നിന്റെ രഹസ്യങ്ങൾ മുഴുവനും പറയുവാൻ, ഏങ്ങലടിക്കുവാൻ, ഒന്ന് പൊട്ടിക്കരയുവാൻ, ഒന്ന് റിലീസാകുവാൻ, എന്നിട്ട് പിതാവിന് പറയാനുള്ള മറുപടികൾ ഒറ്റയ്ക്ക് കേൾക്കാൻ, അത് കേട്ടിട്ട് ബലപ്പെടാൻ ഒക്കെയായിട്ട് ഒരു 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 പുതിയ നിയമത്തിന്റെ പ്രാർത്ഥനാ ശൈലി യേശു പഠിപ്പിക്കുകയാണ്. ഒരു റൂം നിനക്കുണ്ടാകണം, അറയിൽ കടക്കണ സമയത്ത് അറയിൽ കടക്കണം, എന്നിട്ട് പ്രാർത്ഥിക്കുമ്പോൾ രഹസ്യത്തിൽ പിതാവ് വെളിപ്പെട്ടു വരാനിടയായി തീരും. രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ പ്രാർത്ഥനയുടെ പഠിപ്പിക്കലുകൾ, അതിന്റെ ശൈലികൾ വലിയ ഗൗരവമുള്ള കാര്യമാണ്. എന്തിനാണ് അങ്ങനെ യേശു പറഞ്ഞത്? ഞാൻ മുമ്പേ പറഞ്ഞത്, സമാധാനമില്ലാത്ത ഒരു അന്തരീക്ഷം ജീവിതത്തിൽ ഉണ്ടാകുകയാണ്. എപ്പോഴാണത്? അതങ്ങനെ എല്ലാവർക്കും ഉണ്ടാകാറുണ്ടോ? നിങ്ങൾക്കറിയാമോ, ഒരു മനുഷ്യന് ഒരു ദിവസം ഒരു വലിയ അസമാധാനം ഉണ്ടായി. അദ്ദേഹം ജോലിക്ക് പോകേണ്ട സമയത്താണ് അതുണ്ടായത്. പക്ഷെ ആ സമാധാനം നഷ്ടപ്പെട്ടപ്പോഴും അസ്വസ്ഥനായപ്പോഴും ജോലിക്ക് പോകാതിരുന്നില്ല. അദ്ദേഹം ഒരു രാജാവിന്റെ പാനപാത്രവാഹകനാണ്. ആരാണെന്ന് മനസ്സിലായി കാണും. നെഹമ്യാവ്. നെഹമ്യാവ് എന്ന് പറയുന്ന മനുഷ്യൻ അർത്തക്ഷഷ്ട രാജാവിന്റെ ഒരു പാനപാത്രവാഹകനായി ജോലി ലഭിച്ച മനുഷ്യനാണ്. പേർഷ്യൻ രാജാവായ അർത്തക്ഷഷ്ട രാജാവ്, ആ രാജാവിന്റെ പാനപാത്രവാഹകനായി ജോലി ലഭിച്ച ഈ നെഹമ്യാവിന്റെ ഹൃദയത്തിൽ ഭയങ്കര ദുഃഖമുണ്ടായി. ഭയങ്കര ദുഃഖം. എന്താണ് ദുഃഖത്തിന്റെ കാരണമെന്ന് അവൻ അറിയില്ല. പക്ഷെ അവൻ ജോലിക്ക് പോകാൻ തയ്യാറായി. രാജാവിന്റെ പാനപാത്രവാഹകൻ രാജാവിന്റെ പള്ളിയറയ്ക്കകത്തേക്ക് പാനപാത്രത്തിനകത്ത് വീഞ്ഞു പൊഴിച്ചുകൊണ്ട് നെഹമ്യാവ് കയറി വരുമ്പോൾ, നെഹമ്യാവിന്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ രാജാവ് നെഹമ്യാവിനെ അടിമുടിയെന്ന് നോക്കിയിട്ട് രാജാവ് നെഹമ്യാവിനോട് ചോദിക്കുകയാണ്, നെഹമ്യാവേ, നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്താണ്? നെഹമ്യാവിന് കാരണം അറിയില്ല. രാജാവ് തന്നെ ഉത്തരം പറയുകയാണ്, ഇത് മനോവ്യസനമല്ലാതെ മറ്റൊന്നല്ല, മനസ്സിന്റെ ഭാരമല്ലാതെ, മനസ്സിന്റെ ദുഃഖമല്ലാതെ, ഇത് മനോവസനമല്ലാതെ മറ്റൊന്നുമല്ല. ഈ രാജാവ് നെഹമ്യാവിനോട് പറയുകയാണ്, ഞാൻ എന്തെങ്കിലും നിനക്ക് വേണ്ടി ചെയ്യണോ? ഞാൻ ഇതിനകത്തുനിന്നൊരു സന്ദേശം നിങ്ങളോട് പറയട്ടെ. ഈ ലോകത്തിന്റെ രാജാവിന് അവനെ സേവിക്കുന്ന പാനപാത്രവാഹകന്റെ ഹൃദയം നുറുങ്ങിയപ്പോൾ, ആമേൻ, ഈ ലോകത്തിന്റെ രാജാവിന്റെ പാനപാത്രവാഹകന്റെ ഹൃദയത്തിന് വേദനയുണ്ടായപ്പോൾ, ഈ ലോകത്തിലെ രാജാവിന് അത് മനസ്സിലായെങ്കിൽ, ഈ ലോകത്തിലെ രാജാവ് അത് ചോദിച്ചെങ്കിൽ, ഈ ലോകത്തിലെ രാജാവ് അതിനെ പരിഹരിക്കാൻ തയ്യാറായെങ്കിൽ, ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, രാജാതിരാജാവിനോട് പ്രാർത്ഥിക്കുന്ന, രാജാതിരാജാവിന്റെ പാനപാത്രവാഹകരായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയം കലങ്ങിയാൽ, നിങ്ങളുടെ ഹൃദയത്തിനകത്ത് നൊമ്പരമുണ്ടായാൽ, അത് ചോദിക്കുവാൻ, അത് അന്വേഷിക്കുവാൻ, അതിനെ പരിഹരിക്കുവാൻ കരുത്തുള്ള ഒരു രാജാതിരാജാവ് സ്വർഗത്തിൽ ഇന്നും നമ്മൾക്ക് വേണ്ടി പിതാവിന്റെ വലത്തുഭാഗത്ത് പക്ഷപാതം ചെയ്യുകയാണ്. ആ രാജാവിന്റെ ഒരു പാനപാത്രവാഹകനായിട്ടാണ് ഞാനും നിങ്ങൾ നിലകൊള്ളുന്നത് എന്നൊരു വലിയ തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഞാൻ പറയുന്നത്, ആമേൻ, ദൈവത്തെ സേവിക്കുന്നവന് ഭാരമുണ്ടാകുന്നത്, സമാധാനം നഷ്ടപ്പെടുന്നത്, വേദന ഉണ്ടാകുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, ചില വാഗ്ദത്തങ്ങളുടെ നിവർത്തീകരണത്തിന്റെ സമയമായെന്നുള്ളതാണ്. ചില വാഗ്ദത്തങ്ങൾ അത് പുറത്തു വരാൻ സമയമാകുമ്പോഴാണ് ഹൃദയത്തിനകത്ത് ശക്തമായ വേദനകൾ ഉണ്ടാകുന്നത്, ഹൃദയത്തിനകത്ത് ശക്തമായ ഭാരമുണ്ടാകുന്നത്. ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ സംഭവിക്കാറാകുമ്പോൾ, ആമേൻ, ഒരുപക്ഷെ ഹൃദയത്തിനകത്ത് ഭാരവും വേദനയും ഉണ്ടാകാം. അതിന്റെ അർത്ഥം മുട്ടുമടക്കാൻ സമയമായെന്നുള്ളതാണ്, പ്രാർത്ഥിക്കാൻ സമയമായെന്നുള്ളതാണ്, പ്രാർത്ഥനയുടെ ആമേൻ ശക്തി ഒന്നുകൂടെ വർദ്ധിപ്പിക്കുവാൻ സമയമായെന്നുള്ളതാണ്. ഇന്ന് രാത്രിയിൽ ആ തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഈ രാത്രി ഞാൻ ആ ദൂതിന്റെ അടുക്ക് നിന്നുകൊണ്ട്, ആമേൻ, ഒരു കാര്യം തുറന്നു പറയട്ടെ. ദൈവത്തിന്റെ ആത്മാവിൽ സജി എന്ന് പറയുന്ന ആ കർത്താവിന്റെ ദാസിയോട് ഞാൻ പറയുന്ന ഈ ദൈവത്തിന്റെ ആത്മാവ് ആമേൻ എന്നിലൂടെ തരുന്ന വെളിപ്പാടിലൂടെ ഞാൻ പറയുന്നത്, ആമേൻ, ചില രേഖയ്ക്കകത്ത് രേഖയ്ക്കകത്ത് അധികാരികൾ ഒപ്പിട്ട് സീല് വെച്ച്
ആമേൻ ആമേൻ അതിൻ്റെ പേപ്പറുകൾ കൈമാറുന്ന സമയം ഒത്തിരി വിദൂരമല്ലാതെ വേഗത്തിൽ സംഭവിക്കാനുള്ള ഒരു ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നുണ്ടെന്ന് ആത്മാവ് തെളിവായി ദൂത് പറയുന്നു. നിയമപരമായി ഉള്ള ഒരു പേപ്പറിനകത്ത് ഒപ്പിട്ട് സീല് വെച്ച് അത് ഒരു പടിയൂടെ ചവിട്ടി കയറാനുള്ള അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പൂടെ കയറാനുള്ള ഒരു അധികാരികൾ കൈമാറുന്ന ഒരു പേപ്പർ. ദൈവത്തിന്റെ ആത്മാവ് അതിന്റെ പിന്നിൽ അവിടുത്തെ കൈ ചലിക്കുന്നുണ്ടെന്ന് ആത്മാവ് തെളിവായി ദൂത് പറയുന്നു. അർദ്ധമനഘടകസിയാതന് വാഗ്ദത്തം നിവർത്തിയാകാൻ സമയമാകുമ്പോൾ ചില വേദനകൾ ഹൃദയത്തിനകത്തുണ്ടാകുക. ചില വേദനകൾ ഹൃദയത്തിനകത്തുണ്ടാകുമ്പോൾ ഒരു കാര്യം പരമാർത്ഥ സത്യമാണ്, ആ വേദനയെ പരിഹരിക്കുന്നത് പരിശുദ്ധയാത്മാവാണ്. വേദനയെ പരിഹരിക്കുന്നത് പരിശുദ്ധയാത്മാവാണ്. ഈ ദിവസങ്ങളിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് വിചാരപ്പെടുന്ന ബിന്ദു എന്ന് പറയുന്ന സഹോദരിയോട്, കർത്താവിന്റെ ദാസിയോട് പറയുന്നു, ചില വിഷയത്തിന്റെ മുമ്പിൽ നീ ഭാരപ്പെടുകയാണ്. കൈകൾ ശൂന്യമാണെന്ന് പല പ്രാവശ്യം ദൈവത്തോട് പറയുന്നു. പല പ്രാവശ്യം എൻ്റെ കൈകൾ ശൂന്യമാണ്. ചില വിഷയത്തിന്റെ നടുവിൽ ഭാരപ്പെട്ട് പ്രാർത്ഥിക്കുവാനും നിരാശപ്പെടുവാനും തുടങ്ങിയിട്ട് ഇന്നേക്ക് 21 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. ചില വിഷയങ്ങൾ ആത്മാവ് പറയുന്നു, 2 വിഷയത്തിന് മറുപടി നിന്നെ മാനിക്കുവാനുള്ള പദ്ധതി ഉണ്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് തെളിവായി ദൂത് പറയുമ്പോൾ 2 പറയുക. അതെ, ഇന്ന് രാത്രി തിരിച്ചറിയേണ്ട ഒരു വലിയ ഗൗരവമുള്ള കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. നിശ്ചയമായിട്ടും വാഗ്ദത്തം അതിന്റെ നിവർത്തീകരണത്തിലേക്ക് വരാൻ സമയമാകുമ്പോഴാണ് ചില വേദനകൾ, ചില പ്രയാസങ്ങൾ മനസ്സിലുണ്ടാകുന്നത്. അപ്പോസ്തലനായ പൗലോസ്ലീഹ തന്റെ ഓട്ടം തികച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. ഞാൻ എൻ്റെ മെസ്സേജിലേക്ക് തിരികെ വരികയാണ്. ഓട്ടം ഓടി തികയ്ക്കുക. നമ്മളെ കുറിച്ചെല്ലാം ദൈവം ആഗ്രഹിക്കുന്നത് ഈ ഒരു സന്ദേശമാണ്. ഓട്ടത്തെ നിലപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന ഒത്തിരി മണ്ഡലങ്ങളുണ്ട്. വിശ്വാസത്തെ കെടുത്തിക്കളയാൻ വേണ്ടി ശ്രമിക്കുന്ന ഒത്തിരി മണ്ഡലങ്ങളുണ്ട്. അത് വിശ്വാസത്തെ തികയ്ക്കണം. നമ്മൾ ഓട്ടം ഓടി തികയ്ക്കണം, വിശ്വാസത്തെ തികയ്ക്കണം. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ സന്ദേശത്തോട് ചേർന്ന് ഓട്ടം തികയ്ക്കുന്നതിന് മുമ്പ് ഇവിടെ വെച്ച് നമ്മൾ തികയ്ക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് ഒന്ന്, ഈ കർത്താവ് പുസ്തകം 20-ാം അധ്യായം അതിന്റെ 24-ാമത്തെ വാക്യമാണ്. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം അതിന്റെ 24-ാമത് വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, എങ്കിലും എൻ്റെ സ്വന്തം പ്രാണനെ ഞാൻ വിലയേറിയതായിട്ട് എണ്ണുന്നില്ല. ദൈവകൃപയാൽ എനിക്ക് ലഭിച്ച ശുശ്രൂഷ തികയ്ക്കണം എന്നേ എനിക്കുള്ളൂ. ഇത്ര ഗൗരവമുള്ള വാക്യമാണെന്ന് ചോദിച്ച് നോക്കിയേ. എൻ്റെ പ്രാണനെ ഞാൻ വിലയേറിയതായിട്ട് എണ്ണുന്നില്ല. എന്നിട്ട് പറയുകയാണ്, എനിക്ക് ലഭിച്ചൊരു ശുശ്രൂഷയുണ്ട്. അതേതാണെന്നറിയാമോ? ദൈവകൃപയാൽ ലഭിച്ച ശുശ്രൂഷ. ദൈവത്തിന്റെ കൃപയാൽ ലഭിച്ച ശുശ്രൂഷ, അത് തികയ്ക്കണമെന്നുള്ളൊരു ആഗ്രഹം. എന്താ അങ്ങനെ ആഗ്രഹം ഉണ്ടാകാൻ കാരണം? നമ്മൾ നമുക്കുണ്ടാകണം. മരണത്തിന് മുമ്പ് ശുശ്രൂഷ തികയ്ക്കപ്പെട്ടു എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാകണം. ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ ഒരെണ്ണം പോലും ബാക്കി വെക്കാതെ മുഴുവനും ചെയ്ത് തീർക്കാനുള്ള ഒരു വ്യഗ്രത, ഒരു വലിയ സാമർഥ്യം നമ്മൾക്കുണ്ടാകണം. ശുശ്രൂഷ തികയ്ക്കുക. ശുശ്രൂഷ തികയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ശുശ്രൂഷ തികയ്ക്കുക എന്ന് പറഞ്ഞാൽ ഗുരുവിനെ പോലെയാകുക എന്നുള്ളതാണ്. ഗുരുവിനെ പോലെയാകുക. പിതാവ് ഏൽപ്പിച്ച ശുശ്രൂഷ മുഴുവനും പുത്രൻ തികച്ചു. ആ ഗുരുവിനെ പോലെ നമ്മൾ ആകാൻ തയ്യാറാകുക. ഈ വചനത്തിന് മുമ്പാകെ നമ്മൾ തിരിച്ചറിയണം, ഗുരുവിനെ പോലെ, ഗുരുവെന്ന നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിനെ പോലെ ആകുവാൻ നമുക്ക് കഴിയണം. അതിന് 1 യോഹന്നാന്റെ ലേഖനം 2-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വേദഭാഗങ്ങളിൽ അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, അവനെ പോലെ ആകണം. നമ്മുടെ ജീവിതത്തിലെ
നമ്മൾ എന്തെങ്കിലും നേടി എന്നുള്ളതല്ല, എന്തെങ്കിലും ചെയ്തു എന്നുള്ളതല്ല, ഇവിടെ ലോകത്തിൽ നമ്മൾ ആരെങ്കിലും ആയി എന്നുള്ളതല്ല. അതിനേക്കാൾ അപ്പുറത്ത് കർത്താവ് ഏൽപ്പിച്ച ശുശ്രൂഷ, ആ ഏൽപ്പിച്ചത് ചെറുതാകട്ടെ, ഒന്നുകിൽ പ്രാർത്ഥനാപരമാകാം, ഒന്നുകിൽ കൊടുക്കാനുള്ള പരമാകാം, ഇല്ലെങ്കിൽ പ്രവചനപരമാകാം, ഇല്ലെങ്കിൽ വചന ശുശ്രൂഷയാകാം, ഇല്ലെങ്കിൽ ഒരു അധ്യാപകൻ എന്ന നിലയിലാകാം, എന്തുമായിക്കൊള്ളട്ടെ, ദൈവം നമ്മളെ ഏൽപ്പിച്ച ശുശ്രൂഷ അതിനെ പൂർണ്ണമായി തികയ്ക്കാൻ നമുക്ക് കഴിഞ്ഞു അല്ലെങ്കിൽ കഴിയുന്നു എന്ന് നമുക്കൊരു ബോധ്യം നമ്മുടെ ഉള്ളിൽ എന്നും നമുക്കുണ്ടാകണം. ശുശ്രൂഷ ദൈവമാണ് തന്നത്. ഓരോ മനുഷ്യന്റെയും മുമ്പിൽ നമ്മൾ ഒരഭിപ്രായം ശുശ്രൂഷയ്ക്ക് വേണ്ടി ചോദിക്കാൻ പാടില്ല. എന്റെ ശുശ്രൂഷ ഞാൻ എങ്ങനെ ചെയ്യണമെന്നോ, എന്റെ ശുശ്രൂഷ എന്താണെന്നോ ഒരു മനുഷ്യനോടും ചോദിക്കണ്ട. കർത്താവിനോട് അത് രഹസ്യമായിട്ട്, അല്ലെങ്കിൽ കർത്താവിനോട് നമ്മൾ ചോദിച്ച് ആ ശുശ്രൂഷയെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ തികയ്ക്കാനുള്ള ഒരു വലിയ സാമർഥ്യം നമുക്കുണ്ടാകണം. നമ്മൾ ഗുരുവിനെ പോലെ ആകാൻ തയ്യാറാവുകയാണ്. എന്താണ് ഗുരു പഠിപ്പിച്ച ശുശ്രൂഷയുടെ പ്രത്യേകത? അത് ചിലത് അഭ്യസിക്കണമെന്നാണ്. ശുശ്രൂഷ തികയ്ക്കണമെങ്കിൽ ചിലത് അഭ്യസിക്കണം. എന്താണത്? ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 27 മുതൽ 38 വരെയുള്ള വേദഭാഗങ്ങളിൽ അവിടെ പറയുന്നു, പകയ്ക്കുന്നവർക്ക് ഗുണം ചെയ്യണം, ശത്രുക്കളെ സ്നേഹിക്കണം. ഈ ശുശ്രൂഷ തികയ്ക്കുന്ന ഒരു വ്യക്തിയിൽ ഉണ്ടാകേണ്ട, അഭ്യസിച്ചുണ്ടാകേണ്ട ഗുണങ്ങളാണ്. കർത്താവ് ഏൽപ്പിച്ച ശുശ്രൂഷ തികയ്ക്കുമ്പോൾ അത് അഭ്യസിച്ചാണ് തികയ്ക്കുന്നത്. അങ്ങനെ തികയ്ക്കുമ്പോൾ നമ്മളിൽ ഉണ്ടാകേണ്ട ഗുണമാണ് ശത്രുക്കൾക്ക് ഗുണം ചെയ്യണം. അർദ്ധപ്രാണനായി വഴിയിൽ കിടക്കുന്നവനെ കണ്ടിട്ട് കാണാത്തവനെ പോലെ പോകുന്ന ഒരാൾക്ക് ഗുരുവിനെ പോലെ ആകാൻ കഴിയത്തില്ല. ജീവിതത്തിന്റെ വഴിയാത്രയിൽ നമ്മളോട് കൂടെ ആരാധിക്കുന്നവർ, തൊട്ടടുത്തിരിക്കുന്നയാള് ഒരു അർദ്ധപ്രാണനെ പോലെ കിടക്കുന്നുവെങ്കിൽ, ഒരു വല്ലാത്ത ജീവിത സാഹചര്യത്തിലൂടെ പോകുന്നുവെങ്കിൽ, അത് കണ്ടിട്ടും നാം സ്വോത്രവും ഹല്ലേലൂയയും പറഞ്ഞ് ഒരു വഴിയിലൂടെ മാറിപ്പോവുകയാണെങ്കിൽ ഒരിക്കലും ഗുരുവിനെ പോലെയല്ല നമ്മുടെ യാത്ര. ഒരിക്കലുമല്ല. എന്റെ സമശിഷ്ടമായിരിക്കുന്ന ഒരാള് വീണ് കിടക്കുന്നുവെന്ന് കണ്ടാൽ, എന്നോടൊപ്പം സഞ്ചരിക്കുന്ന ഈ വ്യക്തിത്വത്തിന്റെ ഉടമയായ മറ്റൊരെണ്ണം അത് അർദ്ധപ്രാണനെ പോലെയായി കിടക്കുന്ന കാണുമ്പോൾ ആ ലേവ്യനെ പോലെ പോകുവാൻ എനിക്ക് കഴിയത്തില്ല. ആ മാറിപ്പോകുന്ന പുരോഹിതനെ പോലെ പോകുവാൻ എനിക്ക് കഴിയില്ല. മറിച്ച് നല്ല ശമരിയക്കാരനെ പോലെ ഞാനൊരു ശമരിയക്കാരനായി മാറുന്ന ഒരു ജീവിത സാഹചര്യത്തിലേക്ക്, എന്നാൽ ചെയ്യാൻ കഴിയുന്ന ഒരു ജീവിത സാഹചര്യത്തിലേക്ക്, ഒരു നല്ല ശമരിയക്കാരനെ പോലെ വഴി ഇറമ്പിൽ വീണ് കിടക്കുന്ന, നമ്മുടെ വീടിന്റെ അടുക്കൽ വല്ലാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആരുമായിക്കൊള്ളട്ടെ, അവരെ ഒന്ന് താങ്ങാനുള്ള ഒരു കൈത്താങ്ങൽ കൊടുക്കാനുള്ള ഒരു മനോഭാവമാണ് ഗുരുവിന്റെ മനോഭാവമെങ്കിൽ, യേശുവിന്റെ മനോഭാവമെങ്കിൽ, അത് അഭ്യസിക്കാൻ നമുക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എങ്കിൽ നമ്മളെ കർത്താവ് ഏൽപ്പിച്ച ശുശ്രൂഷ നമുക്ക് എങ്ങനെ തികയ്ക്കാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ച് രണ്ടാമതൊന്നുകൂടെ ചിന്തിക്കേണ്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ് കർത്താവ് പറയുന്നത്, ശത്രുവിനെ ഗുണം ചെയ്യുക, ശത്രുക്കളെ സ്നേഹിക്കുക, പകയ്ക്കുന്നവർക്ക് ഗുണം ചെയ്യാൻ തയ്യാറാകുക. സൽപ്രവൃത്തികൾക്ക് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. സൽപ്രവൃത്തി എന്ന് പറയുന്നത് വക പ്രാപിച്ച് തികയുക എന്നുള്ളതാണ്. ഓട്ടമോടി തികയ്ക്കുന്നവൻ വക പ്രാപിച്ചു തികയണം. 2 തിമോഥെയോസ് 3:16 അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു, ഉപദേശത്തിലും ശാസനത്തിലും ഗുണീകരണത്തിലും വക പ്രാപിച്ച് തികഞ്ഞവരാകണം. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകിയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകണം. പ്രിയവരെ, നാം വക പ്രാപിച്ച് തികഞ്ഞവരാകുക എന്ന് പറയുമ്പോൾ എന്തിനു വേണ്ടിയാണ് ഇതെല്ലാം? ഓട്ടം ഓടി തികയ്ക്കാൻ വേണ്ടിയാണ്. കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ഓട്ടം, അതിനെ ഓടി തികയ്ക്കാൻ വേണ്ടിയാണ് വക പ്രാപിച്ച് തികയുക എന്ന് പറയുന്നത്. അങ്ങനെ വക പ്രാപിച്ച് തികയുമ്പോൾ, ഓട്ടക്കളത്തിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കണമെന്ന് വിചാരിച്ചവർ വഴിമാറിപ്പോകുന്നത് കാണാം. അപ്പോഴും ഓട്ടം നിർത്താൻ പാടില്ല. പൗലോസ് ഈ വാക്യം ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു വിശ്വാസം കാത്തു എന്ന് പറയാനുള്ള കാരണം എന്താണ് അതിനുള്ള കാരണം? ആ 4-ാം അധ്യായത്തിൽ തന്നെ കാരണമുണ്ട്. ഞാനൊരു 2-3 കാരണങ്ങൾ എടുത്തു കാണിക്കാം. 4-ാം അധ്യായത്തിൽ 2 തിമോഥെയോസ് 4-ാം അധ്യായത്തിൽ ഈ വാക്യം പറയാനുള്ള കാരണം, അതിലൊന്ന് 10-ാമത് വാക്യമാണ്. 10-ാമത് വാക്യം എന്താണെന്നറിയാമോ? 10-ാമത് വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ച് തെസലോനിക്കയിലേക്ക് പോയി. അതാണ് ഒരു കാരണം. നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു വിശ്വാസം കാത്തു എന്ന് പറയാനുള്ള ഒരു കാരണം അതാണ്. എന്താ അത് കാരണമാകാൻ കാരണം എന്താ?
ഈ കാരാഗൃഹത്തിൽ കിടക്കുമ്പോൾ തന്നെ വന്ന് കാണുകയും തന്നെ വന്ന് കണ്ടിട്ട് സാരമില്ലെന്ന് പറയുകയും തന്നെ പുറത്തിറക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുകയും ചെയ്യേണ്ട ആളാണ് ദേമാസ്. ഒരുമിച്ച് ശുശ്രൂഷയിൽ നിന്നയാളാണ്, ഒരുമിച്ച് ശുശ്രൂഷയിൽ ഒത്തിരി സഞ്ചരിച്ചിട്ടുള്ള ആളാണ് ദേമാസ്. പക്ഷെ ദേമാസ് ഈ ഒടുവിലത്തെ നിമിഷം തന്നെ കാണാൻ കാരാഗ്രഹത്തിൽ വരുമെന്ന് പൗലോസ് വിചാരിച്ചു. പക്ഷെ ദേമാസ് വന്നില്ല. അവിടെ വായിക്കുന്നു, ദേമാസ് ലോകത്തെ സ്നേഹിച്ച് തെസലോനിക്കയിലേക്ക് പോയി. ഒരു വലിയ മർമ്മം, ഒരു വലിയ വേദന അവിടെ കിടപ്പുണ്ട്. പൗലോസ് തന്റെ അടുക്കൽ വരുമെന്ന് വിചാരിച്ചവൻ വഴിമാറിപ്പോയി. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ചില താഴ്ചയിൽ നിങ്ങളോടൊപ്പം വരുമെന്ന് വിചാരിച്ചവരൊക്കെ വഴിമാറി പോകുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടെന്നിരിക്കുക. അപ്പോഴും ഓട്ടം നിർത്തരുത്, കർത്താവേൽപ്പിച്ച ഓട്ടം നിർത്തരുത്. ഏതെങ്കിലും ഒരു മനുഷ്യൻ വന്നില്ല എന്നോർത്ത്, ഏതെങ്കിലും ഒരു മനുഷ്യൻ കൈ തന്നില്ലെന്നോർത്ത്, ഏതെങ്കിലും ഒരു മനുഷ്യൻ മിണ്ടിയില്ലെന്നോർത്ത്, ഏതെങ്കിലും ഒരു മനുഷ്യൻ താഴ്ചയിൽ അടുക്കൽ വന്നില്ലെന്നോർത്ത് കർത്താവേൽപ്പിച്ച ഓട്ടം നിർത്തരുത്, കർത്താവേൽപ്പിച്ച വിശ്വാസം കളയരുത്. ദേമാസ് വഴി തിരിഞ്ഞു പോയി. ദേമാസ് ലോകത്തെ സ്നേഹിച്ച് അവൻ തെസലോനിക്കയിലേക്ക് പോയി. അന്നേരം പൗലോസ് ശക്തിയോടെ തീമോഥെയോസ് പറയാണ്, അവൻ പോയാലും ഞാൻ ഓട്ടം ഓടി തികയ്ക്കും, ഞാൻ എൻ്റെ വിശ്വാസം കാക്കും, ഞാൻ എൻ്റെ നീതിയുടെ കിരീടം കളയത്തില്ല. ഓ, എന്നെ വിട്ട് പോകുന്നവരൊക്കെ പോകട്ടെ. ഇന്ന് രാത്രിയിൽ എനിക്കും നിങ്ങളോട് പറയാൻ അതേ ഉള്ളൂ. മനുഷ്യനെ നോക്കരുത്, രഥത്തിൽ നോക്കരുത്, രഥത്തിൽ ആശ്രയിക്കരുത്, മനുഷ്യരിൽ ആശ്രയിക്കരുത്. കൃപ തന്നവനുണ്ട്, വിളിച്ചവനുണ്ട്, തെരഞ്ഞെടുത്തവനുണ്ട്, അഭിഷേകം തന്നവനുണ്ട്, ശുശ്രൂഷ ഏൽപ്പിച്ചവനുണ്ട്. മകനെ വഴി ഇതാകുന്നു എന്ന് പറഞ്ഞ് വഴിയിലൂടെ നമ്മളെ നടത്തിയ ദൈവകൃപയുണ്ട്. ഇതെല്ലാം ആമേൻ നിൽക്കുമ്പോൾ ഒരു മനുഷ്യനെ നോക്കി ഇതൊന്നും അസ്തമിപ്പിക്കരുത്. ദേമാസ് വഴി തിരിഞ്ഞു പോയിട്ടും പൗലോസ് പറയുന്നു, ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇത് ഞാൻ പറയുന്ന പ്രായോഗികമായ ഒരു കാര്യമാണ്. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ അത് ഉണ്ടാകാം, നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകാം, ക്രിസ്തീയ ജീവിതത്തിലും ഉണ്ടാകുക. അത് നമ്മുടെ കൂടെ നിൽക്കുമെന്ന് വിചാരിച്ചവർ ഒരുപക്ഷെ ചുവട് മാറ്റി ചവിട്ടിയെന്നിരിക്കുക, നമുക്കൊപ്പം സഞ്ചരിക്കേണ്ടവർ ഒരുപക്ഷെ വഴി മാറി അകന്ന് നടന്നെന്നിരിക്കുക. അതൊന്നും നമ്മുടെ വിശ്വാസത്തെ ബാധിക്കരുത്. കർത്താവേൽപ്പിച്ച ശുശ്രൂഷ, കർത്താവേൽപ്പിച്ച വിശ്വാസം, കർത്താവേൽപ്പിച്ച കൃപാവരങ്ങൾ, കർത്താവേൽപ്പിച്ച നന്മകൾ, ഇതൊന്നും ആരെയും കണ്ട് അത് അസ്തമിപ്പിക്കാൻ ഇടയായിത്തീരരുത്. ഒന്നതാണ്. രണ്ടാമത്തെ കാര്യം 13ാമത് വാക്യമാണ്, 2 തീമോഥെയോസ് 4:13. ഈ പൗലോസ് കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ ശീതകാലമാണെന്ന് വായിക്കുന്നുണ്ട്, തണുപ്പ് കാലമാണ്. തനിക്ക് ഒരു പുതിയ പുതപ്പ് മേടിച്ച് പുതയ്ക്കാൻ കാശില്ലാത്ത ഒരു ഗതികേടിലേക്ക് ധന്യനായ പൗലോസ് ലീഹ വന്നു. നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടോ? 200 സഭ സ്ഥാപിച്ച ധന്യനായ മനുഷ്യൻ, 3 മിഷണറി യാത്ര ചെയ്ത മനുഷ്യൻ അപ്പോസ്തലനായ പൗലോസ്, 14 ലേഖനം എഴുതിയ മനുഷ്യൻ അപ്പോസ്തലനായ പൗലോസ്. ആ മനുഷ്യനെ കാരാഗ്രഹത്തിൽ വെച്ച് ഒരു പുതിയ പുതപ്പ് വാങ്ങി പുതയ്ക്കാൻ കയ്യിൽ കാശില്ലാത്ത അവസ്ഥ വന്നു എന്ന് വായിക്കുന്നു. അതുകൊണ്ട് നിജപുത്രനായ തീമോഥെയോസിനെ വിളിച്ചിട്ട് പറയുകയാണ്, അങ്ങ് കർപ്പൂസിന്റെ പക്കൽ എൻ്റെ ഒരു പഴയ പുതപ്പുണ്ട്, ഞാൻ വെച്ചിട്ട് പോകുന്നൊരു പഴയ പുതപ്പ്. കുറെ ചർമ്മലിഖിതങ്ങളുണ്ട്, അത് ഞാൻ വായിക്കുകയും പഠിക്കുകയും ചെയ്ത കുറെ ചർമ്മലിഖിതങ്ങൾ, അതിനോടൊപ്പം ഒരു പഴയ പുതപ്പ് അങ്ങ് കർപ്പൂസിന്റെ പക്കലുണ്ട്, നീ വേഗത്തിൽ അതെന്റെ അടുക്കൽ കൊണ്ടുവരണം, ശീതകാലമായതുകൊണ്ട്. എന്താ അതിന്റെ അർത്ഥം? ഈ ശീതകാലത്ത് ഒരു പുതിയ പുതപ്പ് വാങ്ങി അത് പുതയ്ക്കുവാൻ കാശില്ലാത്ത ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് ഈ വലിയ ശുശ്രൂഷകൻ ആയിപ്പോയി മരണത്തിന്റെ സമയത്ത്. നിങ്ങൾക്കതിനെ എങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയും? ഇന്ന് ശുശ്രൂഷ കൊണ്ട് കാശുണ്ടാക്കാൻ മനുഷ്യൻ കിടന്ന് തത്രപ്പാടെടുക്കുമ്പോൾ ലഭ്യമായ കെട്ടിപ്പടുക്കാൻ വേണ്ടി, ഇവിടെ എന്തൊക്കെയോ പണിത് വലിയ സംഭവമാകാൻ വേണ്ടി മനുഷ്യൻ വ്യഗ്രത കൊള്ളുമ്പോൾ, ധന്യനായ പൗലോസിനെ പഠിക്ക്, മരണത്തിന് തൊട്ട് മുമ്പ് ഒരു പുതപ്പ് വാങ്ങാൻ പോലും കാശില്ലാത്ത അവസ്ഥയിലാണ് പൗലോസ് നിൽക്കുന്നത്. ആ അവസ്ഥയിൽ വന്നപ്പോഴും പൗലോസ് പറയുകയാണ്, ഞാൻ നല്ല പോർ പൊരുതും, ഞാൻ ഓട്ടം തികയ്ക്കും, ഞാൻ വിശ്വാസം കാക്കും, ഞാൻ നീതിയുടെ കിരീടം കളയത്തില്ല. ആ അവസ്ഥയിലോട്ട് വരുമ്പോഴും എൻ്റെ ഓട്ടം ഞാൻ നിലപ്പിക്കത്തില്ല, എൻ്റെ വിശ്വാസം ഞാൻ കളയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതേ തീമോഥെയോസിന് ലേഖനം എഴുതുകയാണ് ധന്യനായ പൗലോസ്. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് എത്രത്തോളം മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഒരു കാര്യം ഞാൻ പറയാ, സുവിശേഷീകരണത്തിൽ, സുവിശേഷ വേല ഇല്ല, കർത്താവിന്റെ പിന്നാലെ ഇറങ്ങിയിട്ട് ദൈവസഭയുടെ അംഗമായിട്ട് ഇവിടെ ധനികത്വമല്ല ഇവിടെ വെച്ച് നോക്കുന്നത്, മറിച്ച് കർത്താവ് തന്ന ഓട്ടം തികയ്ക്കുന്നുണ്ടോ എന്നുള്ളത്. ഓട്ടം തികയ്ക്കുക എന്നുള്ളതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ധനികത്വമാകുക എന്നുള്ളതല്ല, വലിയ സംഭവമാകുക എന്നുള്ളതല്ല. ഞാൻ ഏൽപ്പിച്ച ശുശ്രൂഷ തികയ്ക്കുന്നുണ്ടോ? ഞാൻ ഏൽപ്പിച്ച കൃപകൾ
വ്യാപാരം ചെയ്യുന്നുണ്ടോ? ഞാൻ ഏൽപ്പിച്ച വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നുണ്ടോ? ഞാൻ ഏൽപ്പിച്ച ഓട്ടം തികയ്ക്കുന്നുണ്ടോ? ഇതൊക്കെയാണ് കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ വലിയ അംബാനിയാകുന്ന അനുഭവമൊന്നും കർത്താവിന് വലിയ സംഭവമൊന്നുമല്ല. കർത്താവ് പറയുന്നത്, എനിക്ക് വിശന്നാ ഞാൻ നിന്നോട് ചോദിക്കുമോ? കാട്ടിലെ 1000 ജന്തുക്കൾ എന്റെ സ്വന്തമല്ലേ? അത് സമുദ്രത്തിൽ തുള്ളിക്കളിക്കുന്ന മത്സ്യം എന്റെ വകയല്ലേ? എനിക്ക് വിശന്ന ഞാൻ നിന്നോട് ചോദിക്കുമോ? സാമ്പത്തിക മണ്ഡലമൊന്നും കർത്താവിന് വലിയ സംവിധാനമൊന്നുമല്ല. കർത്താവ് പറയുന്നത് അതൊന്നുമല്ല, അതിനേക്കാൾ വലുതാണ് എന്റെ ശുശ്രൂഷ, അതിനേക്കാൾ വലുതാണ് എന്റെ തെരഞ്ഞെടുപ്പ്, അതിനേക്കാൾ വലുതാണ് ഞാൻ തന്ന കൃപാവരങ്ങൾ, അതിനേക്കാൾ വലുതാണ് ഞാൻ തന്ന ഓട്ടം, ഞാൻ തന്ന പദവി. ഇതെല്ലാം അതിനേക്കാൾ വലുതാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കൊക്കെ ഓരോരോ പദവികൾ ദൈവം തന്നിട്ടുണ്ട്, ഓരോരോ ശുശ്രൂഷകൾ തന്നിട്ടുണ്ട്. അത് തികയ്ക്കുക എന്നുള്ളതാണ്. അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് തരുമെന്ന് പറഞ്ഞ കർത്താവിന്റെ വലിയ പദ്ധതികൾ ഒരിക്കലും മറന്നു പോകരുത്. അപ്പോഴും പൗലോസ് പറയുന്നത്, ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെന്ന് ഞാൻ മതിയെന്ന് വെക്കും, അന്നന്നത്തെ ദോഷം മതിയെന്നു വെക്കും. ഇതെല്ലാം പൗലോസ് പറയുന്ന വലിയ ഗൗരവമുള്ള പദങ്ങളാണ്. അപ്പൊ പൗലോസിന് ഒരു പുതപ്പ് വാങ്ങാൻ കാശില്ലാത്ത വന്ന അവസ്ഥയാണ് തന്നെ ഈ വാക്യം എഴുതാൻ പ്രേരിപ്പിച്ചത്. ഞാൻ നല്ലപോലെ പൊരുതി ഓട്ടം തികച്ചു വിശ്വാസം കാത്തു. ഇവിടെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. ഈ ഈ ഈ പുതപ്പ് വാങ്ങാൻ വേണ്ടി ഓടിപ്പോകുന്ന ഈ ഈ ഈ ഈ തിമോഥെയോസ് എന്ന് പറയുന്ന ശിഷ്യൻ പക്ഷേ പ്രയോജനപ്പെട്ടില്ല. പുതപ്പ് എടുക്കാൻ പോയവൻ വൈകിപ്പോയി തിരികെ കൊണ്ടുവരാൻ. എത്ര വേദനയാ നോക്കിയേ. ആ പുതപ്പ് പ്രയോജനപ്പെട്ടില്ല. തിമോഥെയോസ് പുതപ്പുമായി വരുമ്പോൾ കണ്ട കാഴ്ച, പടയാളികൾ വന്ന് പൗലോസിനെ കാരാഗൃഹത്തിൽ നിന്ന് ഇറക്കി കൊല്ലാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. വഴി സൈഡിലുള്ള ആരാച്ചാര് വന്ന് വഴി സൈഡിലുള്ള ആ മനുഷ്യനെ പടലി വെട്ടി മാറ്റുന്ന, അറക്കുന്ന അവിടെ കൊണ്ടുവന്ന് പൗലോസിനോട് മുട്ടുകുത്താൻ പറയുമ്പോൾ പൗലോസ് മുട്ടുകുത്തി തന്റെ ശിരസ് ആ തടിക്കട്ടയിലേക്ക് വെക്കുമ്പോൾ നിജപുത്രനായ തീമോഥെയോസ് പുതപ്പുമായിട്ട് ഓടി വരുന്ന ആ സാഹചര്യം ജോസിഫസ് എഴുതി വെച്ചിട്ടുണ്ട്. തീമോഥെയോസ് പുതപ്പുമായി വന്ന് നോക്കി നിൽക്കുമ്പോൾ ആരാച്ചാരുടെ വാൾ ഉയർന്ന് പൗലോസിന്റെ ശിരസിൽ വീണ് തലയും ഉടലും രണ്ടായിട്ട് വേർപെട്ടു പോകുന്ന കാഴ്ച തീമോഥെയോസ് ഈ പുതപ്പും നെഞ്ചോട് ചേർത്ത് പിടിച്ച് കണ്ട ചരിത്രകാരൻ എഴുതി വെക്കുകയാണ്. ഞാൻ നിങ്ങളോട് പറയുന്നതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? പുതപ്പോ ഇവിടുത്തെ ഒന്നുമല്ല, അതിനേക്കാളൊക്കെ വലുത് ഓട്ടമോടി തികയ്ക്കുക എന്നുള്ളതാണ്. പ്രിയരെ, തീമോഥെയോസിനെ വല്ലാതെ വേദനിപ്പിച്ച സംഭവമായിരുന്നു അത്. ആ പുതപ്പ് കൊണ്ടുവന്നിട്ട് പ്രയോജനപ്പെടുത്താൻ പോലും കഴിഞ്ഞില്ല. ഈ ലോകത്തിലെ ചില വസ്തുക്കൾ നമുക്ക് പ്രയോജനപ്പെട്ടെന്ന് വരത്തില്ല. ഈ ലോകത്തിൽ നമ്മുടേതെന്ന് നമ്മൾ വിചാരിക്കുന്നതൊന്നും നമുക്ക് പ്രയോജനപ്പെട്ടെന്ന് വരത്തില്ല. ഈ ലോകത്തിൽ നമ്മുടേതെന്ന് നമ്മൾ അഭിമാനിക്കുന്നതൊന്നും നമുക്ക് പ്രയോജനപ്പെട്ടെന്ന് വരത്തില്ല. പ്രയോജനപ്പെടേണ്ട സമയത്ത് പ്രയോജനപ്പെടത്തില്ല. പക്ഷേ അതിനേക്കാൾ അപ്പുറത്ത് നമുക്ക് പ്രയോജനപ്പെടുന്നത്, ഇതിനൊക്കെ അപ്പുറത്തൊരു നീതിയുടെ കിരീടമുണ്ട്, അത് നമുക്ക് പ്രയോജനപ്പെടും. ഇതിനപ്പുറത്ത് തേജസ്സിന്റെ കിരീടമുണ്ട്, അത് നമുക്ക് പ്രയോജനപ്പെടും. ഇതിനപ്പുറത്ത് ദൈവം എന്ന കൃപയുണ്ട്, ദൈവത്തിന്റെ വിളിയുണ്ട്, ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പുണ്ട്, ദൈവത്തിന്റെ ഓട്ടമുണ്ട്, ദൈവത്തിന്റെ വിശ്വാസമുണ്ട്. ഇതൊക്കെ നമുക്ക് പ്രയോജനപ്പെടുത്തും. ഇതിനപ്പുറത്ത് നമുക്ക് പ്രയോജനപ്പെടുന്നത് ഇത് മാത്രമാണ്. ഈ ലോകത്തിൽ കാണുന്നതൊന്നും പ്രയോജനപ്പെടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എല്ലാം മായയാണ്. മായ സകലതും മായയാണ്. ഒന്നും പ്രയോജനപ്പെടുന്നതല്ല, എല്ലാം മാഞ്ഞു പോകുന്നതാണ്. നമുക്ക് പ്രയോജനപ്പെടുമെന്ന് വിചാരിക്കുന്നത് പോലും മാഞ്ഞു പോകുന്നതാണെന്ന് ഞാൻ പറയുകയാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ ഇങ്ങനത്തെ ഒരു ദൂതോ സന്ദേശമോ ഒന്നും അല്ലായിരിക്കാം നിങ്ങൾ പ്രതീക്ഷിച്ചത്. പക്ഷെ ഇന്ന് രാത്രി ഞാൻ നിങ്ങൾക്ക് തരുന്ന ഈ സന്ദേശം എനിക്ക് എന്റെ ചിന്തയിൽ ഗൗരവമുള്ളതാണ്. ഇവിടത്തെ ഒന്നും നമ്മൾ ആശിക്കരുത്. ഇവിടെ നമുക്ക് ഉള്ളതൊന്നും ശാശ്വതമല്ല. അതൊന്നും നമുക്ക് പ്രയോജനപ്പെട്ടൊന്നും വരത്തില്ല. പക്ഷേ നമുക്ക് പ്രയോജനമുള്ളത് ഉയരത്തിലുണ്ട്. ഒരു മനുഷ്യന്റെയും കൈ തൊടാത്ത, കൈകൊണ്ടല്ലാത്ത കെട്ടിടം എന്നാണ് പൗലോസ് പറയുന്നത്. അതെ, കൈകൊണ്ടല്ലാത്ത, ഈ കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം ഒഴിഞ്ഞു പോയ കൈകൊണ്ടല്ലാത്തൊരു കെട്ടിടം ഞങ്ങൾക്ക് ഉയരത്തിലുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. അറിവാണ്. അപ്പൊ പ്രയോജനപ്പെടുന്നത് ഒത്തിരി ഉണ്ട്, പ്രയോജനപ്പെടുന്നത് ഉയരെ ഉണ്ട്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു വലിയ സത്യം ഞാൻ നിങ്ങളോട് പറയാം. ആരും നിങ്ങൾക്ക് തുണ നിൽക്കത്തില്ല ചില സമയത്ത്. 2 തീമോഥെയോസ് 4:16 നമ്മൾ ആ കുറിവാക്യത്തിന്റെ 16-ാമത് വാക്യം, ആരും എന്റെ 1-ാം പ്രതിവാദത്തിൽ തുണ നിന്നില്ല, എങ്കിലും കർത്താവ് എനിക്ക് തുണ. ആ പദം ശ്രദ്ധിക്കണം, എങ്കിലും കർത്താവ് എനിക്ക് തുണ. മുഖപക്ഷമില്ലാത്ത കർത്താവ്, വിഭാഗ്യതകളില്ലാത്ത കർത്താവ്. അവിടെ നമ്മൾ അങ്ങനെ വായിക്കുകയാണ്,
എന്റെ ഒന്നാം പ്രതിവാദത്തെങ്കിൽ ആരും എനിക്ക് തുണ നിന്നില്ല. ധന്യനായ പൗലോസ് പറയുകയാണ്. എന്നിട്ട് പറയുന്നു, എങ്കിലും കർത്താവ് എനിക്ക് തുണ. ഇന്ന് രാത്രി നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഈ വാക്യങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ആരും തുണ നിൽക്കാത്ത ചില സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും. തുണ നിൽക്കുമെന്ന് വിചാരിച്ചവരൊക്കെ ചുവട് മാറ്റി ചവിട്ടി നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകും. പൗലോസിന് അതുണ്ടായി. എന്നിട്ട് പൗലോസ് ഉറപ്പിച്ച് പറയുകയാണ്, എങ്കിലും കർത്താവ് എനിക്ക് തുണയായിരുന്നു. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ആ വചനം ഉറപ്പിച്ച് പറയുന്നത്, ഏത് സാഹചര്യങ്ങളിലും ചുവട് മാറ്റി ചവിട്ടാത്തൊരു വ്യക്തിത്വം ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ രക്ഷാനായകനായ ക്രിസ്തു മാത്രമാണ്. ഏത് സാഹചര്യത്തിലും നിങ്ങൾക്ക് തുണ നിൽക്കുന്ന ഒരാളുണ്ടെങ്കിൽ അത് യേശു കർത്താവ് മാത്രമാണ്. ഞാൻ അതിനോട് ചേർത്തൊരു ദൂത് പറയട്ടെ. അതെ, ഈ പടകിലൂടെ യാത്ര ചെയ്യുന്ന ശിഷ്യന്മാർ, ഭയങ്കര കോളും കാറ്റും തിരമാലയും, അതിന്റെ മീതെ അവരെ തിരക്കി വരുന്ന യേശു വെള്ളത്തിന്റെ മീതെ നടന്നു വരികയാണ്. പത്രോസ് അത് കണ്ടിട്ട് പറഞ്ഞു, കർത്താവെ, നീ ആകുന്നു, മനസ്സിലാകുന്നു, എനിക്കും വെള്ളത്തിന്റെ മീതെ നടക്കണം, വെള്ളത്തിന്റെ മീതെ നടക്കണം. യേശു പറഞ്ഞു നടക്കാൻ. പ്രതികൂലത്തിന്റെ മീതെ, പ്രശ്നത്തിന്റെ മീതെ അവൻ നടക്കുമ്പോൾ അല്പം കഴിഞ്ഞപ്പോൾ അവൻ താണുപോയെന്ന് വായിക്കുന്നു. താണതിനെ കുറിച്ച് പ്രസംഗിക്കാൻ ഒത്തിരി പേരുണ്ടാകാം. പക്ഷേ അവിടെ ഭയങ്കര ഒരു മർമ്മം നടന്നത്, യേശു ഒരു വലം കൈ കൊടുത്തു എന്നുള്ളതാണ്. കൈ കൊടുത്തവനെ പടകിലോട്ട് കയറ്റി. പ്രിയരെ, ഇവിടെ ഒരു വലിയ സത്യം, ഒരു വലിയ മർമ്മം നമ്മളെ പഠിപ്പിക്കുന്നത്, ഏത് താഴ്ചയിലും ഒരു കയ്യകലം കർത്താവ് ഉണ്ടെന്നുള്ളതാണ്. ഏത് പ്രതികൂലത്തിലും, ഏത് കാറ്റിലും, ഏത് തിരമാലയിലും, ഏത് കോളിളക്കത്തിലും ഒരു കയ്യകലം നമ്മുടെ കർത്താവ് രക്ഷാനായകൻ ഉണ്ടാകും. മറ്റുള്ളവരൊക്കെ മാറിപ്പോകും. തിരയുണ്ടാകുമ്പോൾ മാറും, കാറ്റും കോളും ഉണ്ടാകുമ്പോൾ, അങ്ങനത്തെ പ്രശ്നത്തിലൂടെ നമ്മൾ പോകുമ്പോൾ കൈതരാൻ ആരും ഉണ്ടാകില്ല. അവരെല്ലാം മാറി നിൽക്കുമ്പോൾ കൈതരുന്നൊരു കർത്താവിനെ അവിടെ നമുക്ക് പഠിക്കാൻ കഴിയുകയാണ്. ഇന്ന് രാത്രിയിൽ ഒരു വലിയ തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഏത് പ്രശ്നത്തിലും ഒരു കയ്യകലം നമ്മളോടൊപ്പം സഞ്ചരിക്കുന്ന, എമൗസിലൂടെ പോകുന്ന ശിഷ്യന്മാരുടെ ജോലി ഒരു കയ്യകലം ഉണ്ടായിരുന്നു കർത്താവ്. അങ്ങനെ കർത്താവ് തൊട്ടടുത്തൂടെ സഞ്ചരിക്കുന്ന എത്രയോ സാഹചര്യങ്ങൾ. രാത്രി ഞാൻ നിങ്ങളോട് പറയുന്നത്, ഏത് സാഹചര്യത്തിലും ഒരു കയ്യകലം നമ്മളോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു നല്ല കർത്താവിനെ നമുക്ക് കാണാൻ കഴിയും. ഈ രാത്രി ഞാൻ നിങ്ങളോട് വളരെ ആത്മാർത്ഥതയോടെ പറയുകയാണ്. എൻ്റെ സ്നേഹിതൻ മർജി മാത്യുവിനോട് ഞാൻ പറയുന്നു, ശുശ്രൂഷയിൽ ആരെയും നോക്കരുത്. ദൈവം തന്ന കുറവയ്ക്കൊത്തവണ്ണം മുന്നോട്ട് പോകാൻ തയ്യാറാകണം. ആരിയ്ക്കുന്നു എന്നുള്ളത് നോക്കരുത്. ദൈവം തരുന്നത് തുറന്ന് സംസാരിക്കാൻ തയ്യാറാകണം. ദൈവം തരുന്ന ദൂതിനെ തുറന്ന് സംസാരിക്കാൻ തയ്യാറാകണം. അത് പറഞ്ഞാൽ എന്തായി തീരുമെന്ന് വിചാരിക്കരുത്. അത് കർത്താവാണ് തീരുമാനിക്കേണ്ടത്. അത് കർത്താവിന് വിട്ടുകൊടുത്തുകൊണ്ട് സംസാരിക്കാൻ തയ്യാറാകണം. ചില വേദികളിൽ നിന്നെ നിർത്തുന്ന നാളുകൾ ഇനിയും വരാൻ പോകുന്നു. ലൈവായിട്ട് ചില വേദികളിൽ കൊണ്ടുവന്ന് ഉപയോഗിക്കാൻ എനിക്ക് പദ്ധതികളുണ്ട്. പക്ഷേ വചന വെളിപ്പാട് ഉളി കൊണ്ട് മുറിക്കുന്നത് പോലെയുള്ള, വചനം കൊണ്ട് കീറുന്ന ശുശ്രൂഷയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അത് മുറിയും ചിലരുടെ ഹൃദയം. ചിലരെ മുറിക്കുന്ന രീതിയിലുള്ള ശുശ്രൂഷകൾ ദൈവം അതെ ഇനി തന്ന് ആദരിക്കും. അതങ്ങനെ തന്നെ സംസാരിക്കാൻ തയ്യാറാണെങ്കിൽ ചില വേദികൾ ഇനിയും ഒരുക്കപ്പെടുകയും സംഭവിക്കത്തില്ലെന്ന് പറഞ്ഞ് മറച്ച് മാറ്റിവെച്ച ചില പ്രാർത്ഥനാ വിഷയങ്ങൾ, പ്രാർത്ഥിച്ചു മടുത്തുപോയി, ഇനി അതൊന്നും സംഭവിക്കില്ലെന്ന് പറഞ്ഞ് മാറ്റിവെച്ചിട്ട് പുതിയ വിഷയങ്ങൾ എടുത്ത് പ്രാർത്ഥിക്കാൻ എടുത്തതുപോലെ മാറ്റിവെച്ച ചില പ്രാർത്ഥനാ വിഷയങ്ങളുടെ മറുപടി ദൈവത്തിന്റെ ആത്മാവിനെ കുടഞ്ഞെടുത്തുകൊണ്ട് തന്നാദരിക്കാൻ ദൈവത്തിന്റെ ആത്മാവിന് പദ്ധതിയുണ്ടെന്ന് ആത്മാവ് തെളിവായി ദൂത് പറഞ്ഞു. അത്ര ശ്രേഷ്ഠമായ കാര്യമാണ്. ഇന്ന് രാത്രി തിരിച്ചറിയുക, ഒരു വലിയ വചനത്തിന്റെ വെളിപ്പാട് നാം പ്രാപിക്കുകയാണ്. ദൈവം ഏൽപ്പിച്ച ഓട്ടം തികയ്ക്കുക എന്നുള്ളതാണ്. പ്രിയരെ, മറ്റെന്തിനേക്കാളും വലുത് ഓട്ടമാണ്. ഓട്ടം ഓടി തികയ്ക്കുക എന്നുള്ളതാണ്. എന്തുകൊണ്ടെന്നാൽ സാക്ഷികളുടെ വലിയ സമൂഹം നമുക്ക് ചുറ്റുമുണ്ട്. അവരെ വേദനിപ്പിക്കാൻ പാടില്ല. സാക്ഷികളുടെ വലിയ സമൂഹം, ഇന്നലെ വരെ തൊട്ട് നിമിഷം വരെ മൺമറഞ്ഞ വിശുദ്ധന്മാരാണ് സാക്ഷികളുടെ വലിയ സമൂഹം. ഓടി തികച്ചവരാണ് അവരെല്ലാം. ഓട്ടം ഓടി തികച്ചവരാണ് അവരെല്ലാം. സാക്ഷികളുടെ വലിയ സമൂഹമാണ്. ആ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുക കൊണ്ടുകൊണ്ട് നമ്മുടെ ഓട്ടത്തെ നിലപ്പിക്കുന്ന ഏത് സാഹചര്യങ്ങളെയും പകഞ്ഞു മാറ്റിക്കൊണ്ട്
മുന്നോട്ട് ഓടി പൗലോസിനെ പോലെ ഓട്ടമോടി തികയ്ക്കാൻ ഇടയായിത്തീരണം. ഓട്ടമോടി തികയ്ക്കുക അത് വലിയ സത്യമായ കാര്യമാണ്. മാത്യു ചാക്കോ എന്ന് പറയുന്ന കർത്താവിന്റെ ദാസൻ ഇന്ന് രാത്രി ഞാൻ സംസാരിക്കുന്നത് വളരെ ശ്രദ്ധയോടെ കേൾക്കുന്നുണ്ട്. അത് നിശ്ചയമായിട്ടും ചില നന്മയുടെ വഴികൾ അടഞ്ഞുപോയി, അത് തുറക്കാൻ കഴിയില്ല. മുള്ളും പറക്കാരെയും അതിന്റെ മീതെ സ്ഥാനം പിടിച്ചിരിക്കുന്നു. ആ മുള്ളും പറക്കാരെയും ഒന്ന് വകഞ്ഞു മാറ്റിയിട്ട് വിതച്ച വിത്തിന് കിളിർത്ത് വരണം. വിതച്ച വിത്തിന് കിളിർക്കുവാൻ കഴിയാതെ വണ്ണം അതിന്റെ മീതെ മുള്ളും പറക്കാരെയും വന്നിട്ട് അതിനെ മൂടിക്കളയും. നാളുകൾക്ക് വർഷങ്ങൾക്ക് മുമ്പേ വിതച്ചത് കിളിർക്കേണ്ട സമയമായിട്ട് മുള്ളും പറക്കാരെയും അതിന്റെ മീതെ എത്ര നാൾ അങ്ങനെ നിൽക്കും? ദൈവവചനം പറയുന്നു, ആത്മാവ് പറയുന്നു, ഒത്തിരി നാൾ അങ്ങനെ നിൽക്കാൻ കഴിയില്ല. മുള്ളിനെയും പറക്കാരെയും വകഞ്ഞു മാറ്റിക്കൊണ്ട് വിതച്ച വിത്തിനെ കിളിർപ്പിക്കുന്ന ദൈവം അതിന്റെ ശക്തി തെളിയിച്ചുകൊണ്ട് കൂടാരത്തിനകത്ത് നാളുകൾക്ക് മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് വിതച്ച ആ വിത്തിനെ കിളിർപ്പിച്ചുകൊണ്ട് അതിന്റെ ഫലം വീട്ടിനകത്ത് അനുഭവിക്കുന്ന സമയം വരുന്നുണ്ട്. ചില ദിവസങ്ങൾ വേറിട്ടിരിക്കാൻ ആത്മാവ് ബുദ്ധി പറയുന്നു. ചില ദിവസങ്ങൾ വേറിട്ടിരുന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ ആത്മാവ് ബുദ്ധി പറയുന്നു. ചില മുള്ളും പറക്കാരെയും വകഞ്ഞു മാറ്റിക്കൊണ്ട് അതിൻ്റെ ഇടയിൽ നിന്ന് വിതച്ചതിന്റെ കിളിർപ്പ് വന്നിട്ട് അതിന്റെ ഫലം വീടിനകത്ത് അനുഭവിക്കാൻ വേറിട്ടിരിക്കാൻ ആത്മാവ് ബുദ്ധി പറയുകയാണ്. ഒരു വലിയ തിരിച്ചറിവ് നമ്മൾ അതിനകത്ത് കാണാൻ തയ്യാറാകുമ്പോൾ, ആ തിരുവെഴുത്തിന്റെ ശക്തിയെ നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കുമ്പോൾ ഒരു വലിയ ബോധ്യം നമുക്കുണ്ടാകാനിടയായി. അതുകൊണ്ട് പ്രിയരെ, ഓട്ടത്തെ നിലപ്പിക്കുന്ന ഒത്തിരി മണ്ഡലങ്ങൾ ഉണ്ടാകാം. നമ്മൾ അതിനെ ജയിക്കാനാണ് തയ്യാറാകുന്നത്. ഓട്ടമോടി തികച്ച പൗലോസിനെ പോലെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. ഒത്തിരി പേരോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കാൻ തയ്യാറാവുകയാണ്. ഗ്രേസി എന്ന് പറയുന്നൊരു ദൈവദാസി ഞാൻ കാണുന്നു. ഇതിനകത്ത് കർത്താവിന്റെ ആത്മാവ് പറയുന്നു, ചില സ്ഥാപനം തുടങ്ങാൻ ദൈവാത്മാവ് പദ്ധതിയിടുന്നുണ്ട്. അത് ദൈവാത്മാവ് പദ്ധതിയിടുന്നു എന്ന് പറയുമ്പോഴും മനസ്സിലെ ആഗ്രഹമാണ്. കുഞ്ഞുനാളിൽ ഉണ്ടായിരുന്ന ആഗ്രഹം, ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹം, ഓർഫനേജ് പോലെ അശരണരെ അത് കരുതുന്ന സ്ഥാപനം പോലെ, നിർധനരായ കുഞ്ഞുങ്ങളെ അത് ഊട്ടി വളർത്തുന്ന സ്ഥാപനം പോലെ ഒരു സ്ഥാപനം താങ്കളെ കൊണ്ട് തുടങ്ങുവാൻ ദൈവത്തിന്റെ ആത്മാവിന് പദ്ധതി ഉണ്ട്. അത് കുറെ നാളുകളായിട്ട്, കുറെ വർഷങ്ങൾക്ക് മുമ്പുള്ള ഹൃദയത്തിന്റെ ആഗ്രഹമാണ്. അത് സഫലമാകാൻ ഏക്കർ കണക്കിന് സ്ഥലം ദൈവത്തിന്റെ ആത്മാവ് അതിനുവേണ്ടി തന്നെ പകുത്ത് മാറ്റിയിട്ടിട്ടുണ്ട്. ഏക്കർ കണക്കിന് സ്ഥലം അത് കയ്യിൽ തരും. യോർദാന്റെ നദിയിൽ നിന്ന് കല്ലെടുത്ത് ഗിൽഗാലിൽ നാട്ടിയതുപോലെ എന്റെ കൈകൊണ്ടത് നാട്ടി, അവിടെ സാക്ഷ്യത്തിന്റെ കല്ല് നാട്ടിയപ്പം നിന്ന ഉരുണ്ടുപോയി എന്ന് വായിക്കുന്നത് പോലെ, അങ്ങനെ ചില ബിൽഡിങ്ങുകൾ പണിത് നിന്നയെ ഉരുട്ടി മാറ്റാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. അതിനുള്ള സമയം വരുന്നുണ്ട്. പ്രാർത്ഥനയിൽ ആ വിഷയം വെച്ചുകൊണ്ട് അത് അന്വേഷിക്കുകയും കണ്ടെത്തുകയും അതിനെ ഒത്തിരി സമയം കളയാതെ വേഗത്തിൽ ക്രമീകരണം ചെയ്യാനും ആത്മാവ് തെളിവായി ദൂത് പറയും. ഗവൺമെന്റ് തലത്തിൽ ട്രസ്റ്റ് പോലെ കാര്യങ്ങളെ ക്രമീകരിച്ചുകൊണ്ട് ഒരു ഓർഡർ ആയിട്ട് ട്രസ്റ്റ് ആയിട്ട് ക്രമീകരിച്ചുകൊണ്ട് ചില പദ്ധതികളിലൂടെ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇനി സമയം കളയരുതെന്ന് ആത്മാവ് ബുദ്ധി പറയും. നിനക്ക് ചെയ്യുവാൻ സംഗതി വരുന്നൊക്കെയും വേഗത്തിൽ ചെയ്യുക. ദൈവത്തിന്റെ ആത്മാവ് അതിന് തയ്യാറാണ്. ദൈവത്തിന്റെ ആത്മാവ് അത് ചെയ്തെടുക്കും എന്ന് ആത്മാവ് ബുദ്ധി പറയും. ചില യൗവനക്കാരെയും വയോവൃദ്ധരെയും ദൈവവചനം പഠിപ്പിച്ച് പുറത്തിറക്കാൻ ഉള്ള ഒരു സ്ഥാപനം പോലെ, തിരുവെഴുത്ത് പഠിപ്പിക്കുവാൻ ഉള്ളൊരു സ്ഥാപനം പോലെ, അതൊരു ചെറിയ രീതിയിൽ തുടങ്ങി അതിലൂടെ അനേകരെ വയലിലേക്ക് ഇറക്കാൻ, അങ്ങനെ ഒരു കോളിംഗ് ദൈവദാസിയുടെ മേലുണ്ടെന്ന്, അനേകരെ പഠിപ്പിച്ച് പുറത്തിറക്കാൻ, അനേകരെ വയലിലേക്ക് ഇറക്കി വിടാൻ, അത് പ്രായമില്ല,
അത് വയോവൃദ്ധരെ വരെ പഠിപ്പിക്കുന്ന ഒരു വേദ പഠനശാല പോലെ അങ്ങനെ ചെയ്ത് അനേകരെ പഠിപ്പിച്ചിറക്കാനുള്ള, തിരുവെഴുത്ത് പഠിപ്പിച്ചിറക്കാനുള്ള ഒരു കോളിങ് കർത്താവിന്റെ ദാസിയുടെ മേൽ കിടപ്പുണ്ട്. ഈ 2 വിഷയത്തിന് ദൈവാത്മാവ് ഒത്തിരി വൈകാതെ അതെ തറക്കല്ലിട്ടുകൊണ്ട്, ഒത്തിരി വൈകാതെ ദൈവാത്മാവ് അതിനുള്ള 1-ാം പടി ചെയ്തുകൊണ്ട് തുടക്കം കുറിക്കുമെന്നും ആത്മാവ് തെളിവായി ദൂത് പറയുന്നു. അതെ, അത് വലിയ സത്യമാണ്. ഈ രാത്രിയിൽ ദൈവം നിങ്ങളെ അങ്ങനെ ധാരാളമായിട്ട് അനുഗ്രഹിക്കാൻ തയ്യാറാവുകയാണ്. അതൊരു വലിയ ഗൗരവമുള്ള കാര്യം. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഓട്ടം തികയ്ക്കുക എന്നുള്ളതാണ്, ഓടി തികയ്ക്കുക എന്നുള്ളതാണ്. വിശ്വാസം കാക്കണം. എന്തിനാന്ന് ചോദിച്ചാൽ നമ്മുടെ വിശ്വാസത്തെ അനുകരിക്കാൻ നമ്മുടെ പിന്നാലെ ഒത്തിരി പേരുണ്ടാകും. നമ്മുടെ വിശ്വാസം കാത്തെങ്കിലേ നമ്മുടെ വിശ്വാസം ആൾക്കാർ അനുകരിക്കത്തുള്ളൂ. ഇല്ല എങ്കിൽ നമ്മുടെ വിശ്വാസം അതങ്ങനെ തന്നെ വ്യർത്ഥമായി പോകാനിടയായിത്തീരും. വത്സമ്മ പ്രാർത്ഥനയുടെ മറുപടി വരുന്നുണ്ടെന്ന് ആത്മാവ് പ്രാർത്ഥനയുടെ മറുപടി വരുന്നുണ്ട്. പ്രാർത്ഥനയ്ക്ക് അതിൻ്റെതായ മറുപടി ഉണ്ട്. അത് വേഗത്തിൽ വരുമെന്നും ആത്മാവ് തെളിവായി ദൂത് പറയുന്നു വത്സമ്മയോട്. അത് ഈ ദിവസങ്ങളിൽ അത് പ്രാപിക്കാൻ ഒരുങ്ങാൻ ദൈവത്തിന്റെ ആത്മാവ് ബുദ്ധി പറയും. അതെ, ബ്രിജിത്ത ജോൺസൺ, ദൈവാത്മാവ് പറയുന്നു, അതെ, ഇരുമ്പോടാമ്പലുകളെ തകർക്കാൻ പറ്റാത്തത് കൊണ്ടാണ് തലമുറയ്ക്ക് പുറത്തോട്ട് പോകാൻ കഴിയാതിരുന്നത്. ഇസ്രായേലിന്റെ തലമുറ ചിലത് തകർക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ചില മറുപടി ലഭിക്കാത്തത്. ചില തടസ്സങ്ങളെ തങ്ങനെ പൊട്ടിക്കുന്നത് പോലെ തകർത്ത് കളയാൻ കഴിയാത്തത് കൊണ്ട് അതിന്റെ മറുപടി പുറത്തു വരാതിരിക്കുമ്പോൾ ഒരു കുഞ്ഞാടറക്കപ്പെട്ട രാത്രിയിൽ ഇരുമ്പോടാമ്പലുകളും താമ്രക്കഥകളും ഉടച്ചുകൊണ്ട് ഇസ്രായേലിന്റെ തലമുറ കൊയ്ത്തിലേക്ക് ഇറങ്ങി വന്നതുപോലെ ഒരു കൊയ്ത്തുണ്ടെന്നുള്ളത് പരമാർത്ഥമാണ്. പക്ഷെ ചിലതിനെ തകർക്കാൻ പറ്റുന്നില്ല. പക്ഷെ ചില ചങ്ങലയെ പൊട്ടിച്ചു മാറ്റാൻ കഴിയുന്നു. അതിന് ചില വിശ്വസ്തരായ പ്രാർത്ഥനക്കാരെ കൂടെ നിർത്താൻ, വിഷയങ്ങൾ അവരിലേക്ക് കൈമാറിക്കൊണ്ട് ായിക്കൊണ്ട് ചിലരെ കൂടെ നിർത്തി ചിലതിന്റെ മേൽ ജയമെടുക്കാൻ ആത്മാവ് ബുദ്ധി പറയുന്നു. അത് ഇന്ന് രാത്രിയിൽ തിരിച്ചറിയണം. ദൈവത്തിന്റെ വചനം അത് ഗൗരവമുള്ളതാണ്. ദൈവത്തിന്റെ വചനത്തിന്റെ മുമ്പിൽ അതെ നാം നമ്മെ തന്നെ സമർപ്പിക്കാൻ ഇടയായിത്തീരണം. സീന അനീഷിനോട് പറയുന്നത്, അത് ദൈവത്തിന്റെ ആത്മാവ് പറയാണ്, നീ പല പ്രാവശ്യം എന്നോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു. എന്താണ് എനിക്ക് മാത്രം ഇങ്ങനെയെന്ന് ചോദിച്ചു. എന്താണ് എന്റെ വിഷയത്തിന് പരിഹാരം വരാത്തെന്ന് ചോദിച്ചു. അത് ചില ചോദ്യങ്ങൾക്ക് അത് ഇപ്പോഴും മറുപടി കിട്ടാതെ നിലകൊള്ളുമ്പോൾ ഈ പ്രാർത്ഥനയിൽ ആത്മനിയോഗത്തോടെയാണ് നീ കയറിയത്. ആത്മനിയോഗത്തോടെ കയറുമ്പോഴും മനസ്സിനകത്ത് ചില പ്രാർത്ഥനാ വിഷയങ്ങൾ വിങ്ങുന്നുണ്ടെന്ന് ആത്മാവ് പറയുന്നു. ചില വിഷയങ്ങൾ വിങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ വിങ്ങുന്നതിനെ അതെ പരിഹരിക്കാൻ കരുത്തുള്ളത് അത് രാജാവിന് മാത്രമേ ഉള്ളൂ. നെഹമ്യാവിന്റെ മുഖം പാടിയപ്പോൾ പരിഹരിക്കാൻ രാജാവിന്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ രാത്രിയാമങ്ങളിൽ ഉണർന്നിരുന്നു കൊണ്ട് അതെ പോരാടി നോക്കെ അതിന് ദിവസങ്ങൾ വെച്ച് മറുപടി തന്നതിനെ ആദരിക്കാൻ ദൈവത്തിന് കഴിയുമെന്നും ആത്മാവ് ബുദ്ധി പറയുന്നു. ഞാനാകുന്നു, ഞാൻ വൻകാര്യങ്ങളെ ചെയ്യും. ഇന്ന് രാത്രിയിൽ നിങ്ങളോട് ആ ദൈവവചനം അല്പമായി സംസാരിക്കാൻ ലഭ്യമായ സമയത്തെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. അതിനുവേണ്ടി എന്നെ ക്ഷണിച്ച കർത്താവിന്റെ ദാസനോട്, അതെ മർജി മാത്തിനോട് എന്നെ പരിചയപ്പെടുത്തിയതിൽ ഞാൻ നന്ദിയുള്ളവനാണ്. ഇതിന്റെ ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ എന്നെ ഇതുവരെ ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരും ഞാൻ കോട്ടയത്ത് താമസിക്കുന്നു. സ്ഥാപനവും എലോഹിം പ്രയർ സെന്റർ എന്ന ദൈവസഭയും ഞങ്ങൾക്കുണ്ട്. അതിന്റെ പ്രവർത്തനത്തെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. ഗോഡ് ബ്ലസ് യു. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ദൂതുകളും ദൈവിക ആലോചനകളും
ദേവദാസനോട് കേൾപ്പാൻ ദൈവം സഹായിച്ചല്ലോ. ദൈവം കുടുംബമായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ശുശ്രൂഷയിൽ അധികമായി വർദ്ധിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഇന്നത്തെ മീറ്റിംഗ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായല്ലോ. പ്രാർത്ഥിച്ച് ആശീർവാദം പറയുന്നതിന് വേണ്ടി മർജിൻ ബ്രദർ പ്രാർത്ഥിച്ച് പാസ്റ്റർ ആശീർവാദം പറഞ്ഞാട്ടെ. മഹത്വത്തിന്റെ പ്രത്യാശയായി ഞങ്ങളുടെ നല്ല സ്വർഗീയ ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. കേട്ടപ്പെട്ട നല്ല വചനങ്ങൾക്കായി ഞങ്ങൾ സ്തുതിക്കുന്നു. ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കീടം എനിക്കായി വെച്ചിരിക്കുന്ന വചനത്തിൽ പറഞ്ഞ പോലെ ആ ദൈവത്തിന്റെ നീതിയുടെ കർത്താവേ സ്തോത്രം. ആ കീടം പ്രാപിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരും എംഡിയാക്കണേ. ഞങ്ങളുടെ കർമ്മയിൽ പ്രേർ ഗ്രൂപ്പ് അനുഗ്രഹിക്കുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. അതിൽ അഡ്മിനായിരിക്കുന്ന ഗ്രേസ് സിസ്റ്ററിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കടന്നു വന്ന ദൈവത്തിന്റെ മഹത്വമുള്ള വചനം കേട്ട എല്ലാ ദൈവമക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സകല കുടുംബത്തിനും പേരുരാൻ കാരണമായ പിതാവിന്റെ മുന്നിൽ ഞങ്ങൾ ഒരുമിച്ച് മുട്ടുവന്നു. ദൈവവചനം ഞങ്ങളുടെ മുന്നിൽ സംസാരിച്ച പ്രിയ അഭിഷേകദാസൻ ബിജു പാഷനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ധാരാളം ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥന കേട്ട സ്തോത്രം. യേശുവിൻ നാമത്തിനെ ആമേൻ. പാസ്റ്റർ ഒരു മിനിറ്റ്, ആർക്കെല്ലാം എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയം ഉണ്ടെങ്കിൽ പാസ്റ്ററോട് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാർത്ഥിച്ച് ഫസ്റ്റ് അതിനുശേഷം ആശീർവാദം പറഞ്ഞാട്ടെ. വേഗത്തിൽ വേണം. വേഗത്തിൽ ആർക്കെങ്കിലും ഉണ്ടോ? മ്യൂട്ട് ഓൺ ആക്കിയിട്ട് പാസ്വേഡ്